ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കേൾക്കാം പ്രഭു. ഹരേ കൃഷ്ണ. ഫോൾ വന്നിട്ട് കട്ടായിരുന്നു. ഹരേ കൃഷ്ണ. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ജയ രാധ മാധവ ജയ കുഞ്ച ബിഹാരി. ജയ ഗോപി ജന വല്ലഭ ഗിരിവരധാരി. യശോദനന്ദന വ്രജ ജനരഞ്ജനം. യശോദനന്ദന വ്രജ ജനരഞ്ജനം. യമുനതീരാവനചാരി. യമുനതീരാവനചാരി. ജയ രാധ മാധവ जय कुंज बिहारी. जय श्री कृष्ण चैतन्य प्रभु नित्यानंद. श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंद. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. जय राधा माधव राधे. जय राधा माधव राधे. जय कृष्ण बलराम जय कृष्ण बलराम. जय कृष्ण बलराम जय कृष्ण बलराम. जय जय प्रभुपाद जय प्रभुपाद. എല്ലാ ഭക്തന്മാർക്കും വിനീത പ്രണാമം. ഇന്നത്തെ ഈ സന്ധ്യ സമയത്തുള്ള ഈ ഭഗവത്ഗീത ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നത് ശ്രീമദ് ഭഗവത്ഗീത യഥാരൂപം അധ്യായം 1 ശ്ലോകം 23 24 ആണ് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാമഖ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോ ശ്രീയുതപദകമലം ശ്രീഗുരും വൈഷ്ണവാംശം ശ്രീരൂപം സാഗരജാതം സഹഗണ രഘുനാഥാനിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാനിതാംശ്ചാം. हे कृष्ण करुणा सिंधो दीनबंधु जगतपते गोपेश गोपिकाकांत राधाकांत नमोस्तुते. तप्त कांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये. वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदाम. हरे कृष्ण 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 हरे हरे. हरे राम 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 हरे हरे. അധ്യായം 1 ശ്ലോകം 23. യോർച്ഛമാന അനവേക്ഷേ അഹം യ ഏതേ അത്ര സമാഗതാം ധാർത്തരാഷ്ട്രസ്യ ദുർബുദ്ധേർ യുദ്ധേ പ്രിയചികീർഷവഃ.
योत्स्यमानानवेक्षेऽहं य एते अत्र समागताः धार्तराष्ट्रस्य दुर्बुद्धेर्युद्धे प्रियचिकीर्षवः योत्स्यमानानवेक्षेऽहं य एते अत्र समागताः धार्तराष्ट्रस्य दुर्बुद्धेर्युद्धे प्रियचिकीर्षवः പദാനുപദവിവർത്തനം യേ ഏതേ യാതൊരു ജനങ്ങൾ ദുർബുദ്ധിയായ ധാർത്തരാഷ്ട്രസ്യ ധൃതരാഷ്ട്രപുത്രന്റെ യുദ്ധത്തിൽ പ്രിയ ചികീർഷവ പ്രിയമിച്ഛിക്കുന്നവരായിട്ട് അത്ര സമാഗത ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു യോത്സ്യമാനാൻ യുദ്ധം ചെയ്യുവാൻ പോകുന്ന അഹം ഞാൻ ആവേക്ഷയെ കാണട്ടെ ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ. ഭാവാർത്ഥം ബൈഷ്കല പ്രഭുപാദക്ക് ജയ്. ഭാവാർത്ഥം: ദുര്യോധനൻ പിതാവായ ധൃതരാഷ്ട്രന്റെ സഹായത്തോടെ പാണ്ഡവരുടെ രാജ്യം കൈയടക്കാൻ കുടിലതന്ത്രങ്ങൾ പ്രയോഗിക്കുകയാണെന്ന് ഏവർക്കും അറിയാവുന്ന ഒരു രഹസ്യമത്രേ. അപ്പോൾ അതിന് കൂട്ടുനിൽക്കുന്നവരും ഒരേ വിധം തുവലുള്ള പക്ഷികൾ, അതായത് സമാന ചിന്താഗതിയുള്ളവർ ആയിരിക്കും. മരളമേന്ദ്രൻ മാത്രമാണ് അവരുമായി ഒത്തുതീർപ്പ് ഉണ്ടാക്കാനല്ല. യുദ്ധകളത്തിൽ വെച്ച് അർജുനൻ ആ യോദ്ധാക്കളെ കാണാൻ ആഗ്രഹിച്ചത് താൻ നേരിടാൻ പോകുന്ന സൈന്യത്തിന്റെ ബലം എത്രയുണ്ടെന്ന് കണക്കാക്കാമെന്നും അദ്ദേഹം ഉദ്ദേശിച്ചു. അടുത്ത ശ്ലോകം 24. സഞ്ജയോവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരതാം സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയോവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരതാം സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. സഞ്ജയോവാച ഏവമുക്തോ ഋഷികേശോ ഗുഡാകേശേന ഭാരതാം സേനയോരുഭയോർമധ്യേ സ്ഥാപയിത്വാ രഥോത്തമം. പദാനുപദവിവർത്തനം. സഞ്ജയോവാച സഞ്ജയൻ പറഞ്ഞു, ഭാരതവംശജ ഏവം ഇപ്രകാരം ഗുഡാകേശേന അർജുനനാൽ ഉക്ത പറയപ്പെട്ട ഋഷികേശ കൃഷ്ണ ഭഗവാൻ ഉഭയോ സേനയോ രണ്ട് സൈന്യങ്ങളുടെ മധ്യേ നടുവിൽ രഥോത്തമം ശ്രേഷ്ഠമായ പേര് സ്ഥാപിച്ചിട്ട്. സഞ്ജയൻ പറഞ്ഞു, ഹേ ഭാരതപുത്ര, അർജുനന്റെ വാക്ക് കേട്ടിട്ട് കൃഷ്ണഭഗവാൻ ശ്രേഷ്ഠമായ ആ രഥത്തെ ഇരു സൈന്യങ്ങൾക്കും നടുവിൽ കൊണ്ടു നിർത്തി. ഭവാർത്ഥം പ്രഭുപാദിക്ക് ഭവാർത്ഥം. ഇവിടെ അർജുനനെ ഗുഡാകേശൻ എന്ന് വിശേഷിപ്പിക്കുന്നു. ഗുഡാകം എന്നാൽ നിദ്ര, നിദ്രയെ ജയിക്കുന്നവൻ ഗുഡാകേശൻ. നിദ്ര അജ്ഞാനത്തെയും സൂചിപ്പിക്കുന്നു. കൃഷ്ണനുമായുള്ള സൗഹാർദ്ദം മൂലം അർജുനൻ നിദ്രയെയും അജ്ഞാനത്തെയും കീഴടക്കിയിരിക്കുന്നു. പരമഭക്തനാകിയാൽ നിമിഷ നേരത്തേക്ക് പോലും അദ്ദേഹത്തിന് കൃഷ്ണനെ മറക്കാനാവില്ല. ഭക്തന്റെ സ്വഭാവമാണിത്. ഉണർന്നിരിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും ഒരുപോലെ അയാൾക്ക് കൃഷ്ണന്റെ നാമം, രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെപ്പറ്റി ചിന്തിക്കാതിരിക്കാൻ കഴിയില്ല. അപ്രകാരം ഒരു കൃഷ്ണഭക്തന് കൃഷ്ണനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെ നിദ്രയെയും അജ്ഞാനത്തെയും ജയിക്കാം. ഇതിനെ കൃഷ്ണാബോധം അഥവാ സമാധി എന്ന് പറയും. സൈന്യങ്ങളുടെ നടുവിൽ രഥം നിർത്തുന്നത് കൊണ്ട് അർജുനൻ ഉദ്ദേശിക്കുന്നത് എന്തെന്ന് ഏതൊരു ജീവന്റെയും മനോബുദ്ധി ഇന്ദ്രിയങ്ങളെ നയിക്കുന്ന ഋഷികേശനായ കൃഷ്ണൻ അറിയാമായിരുന്നു. രഥം നിർത്തിയ ഭഗവാൻ ഇങ്ങനെ അരുളി ചെയ്തു. നമുക്കിവിടെ ഒന്നാം ശ്ലോകത്തെ പറ്റി നോക്കാം. ദുർബുദ്ധിയായ ധൃതരാഷ്ട്രപുത്രനെ സന്തോഷിപ്പിക്കുവാനായി യുദ്ധത്തിനൊരുങ്ങി വന്നവരെ ഞാൻ കാണട്ടെ എന്ന് ആര് പറയാണ്? അർജുനൻ പറയുകയാണ്. പ്രഭുപാദ് പല ലെക്ചേഴ്സിൽ ഈ ദുർബുദ്ധി എന്നുള്ള വാക്കെടുത്താണ് ഒരുപാട് വ്യാഖ്യാനം നൽകിയിട്ടുള്ളത്. ഇവിടെ അർജുനൻ കാണാൻ ആഗ്രഹിക്കുന്ന എന്താണ്? ദുര്യോധനൻ തന്റെ പിതാവായ ധൃതരാഷ്ട്ര സഹായത്തോടു കൂടി ആണ് ഇതൊക്കെ ചെയ്യുന്നത്, അല്ലെ? ആ പിതാവിന്റെ മൗന സമൂഹത്തോടു കൂടിയാണ് ഈ പുത്രൻ ഈ കാണുന്ന അധർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുള്ള പോലെ കുട്ടികള് എന്തെങ്കിലും അല്ലെ തെറ്റായിട്ടുള്ള അധർമ്മത്തിലേക്ക് പോകുമ്പോൾ, അല്ലെങ്കിൽ ധർമ്മത്തിന് വിരുദ്ധമായി പോകുമ്പോൾ രക്ഷകർത്താക്കൾ ആണ് അതിനെ വഴിതിരിച്ചു വിടേണ്ടത്. പക്ഷെ ഇവിടെ ദുര്യോധനന്റെ പിതാവ് അങ്ങനല്ല ചെയ്തത്. ഈ സംസ്കൃതത്തിൽ ഓരോ പേരുകൾക്കും തന്നെ പ്രത്യേക അർത്ഥമുള്ളത് കൊണ്ട്
നമുക്കിവിടെ അർത്ഥം നോക്കാം. ഈ ദുര്യോധന എന്താണ്? ആവശ്യമില്ലാ കാര്യങ്ങൾക്ക് വേണ്ടി, അനാവശ്യമായ കാര്യങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, വഴക്കിടുന്നവൻ എന്നൊക്കെയാണ് ഈ ദുര്യോധനന്റെ അർത്ഥം. അപ്പം ധൃതരാഷ്ട്ര അർത്ഥം എന്താണ്? ധൃതരാഷ്ട്ര, രാഷ്ട്രം അതായത് രാജ്യം, അതായത് അധികാരം, ശക്തി, അധികാരം, ഐശ്വര്യം ഇതിനെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ധൃതരാഷ്ട്ര. ധൃതരാഷ്ട്ര അതായത് രാഷ്ട്രത്തെ ആലിംഗനം ചെയ്തിരിക്കുന്നവൻ എന്നർത്ഥം അല്ലെ. അപ്പോ ഭൗതിക ഐശ്വര്യങ്ങളെയൊക്കെ പിടിച്ചിങ്ങനെ അതിൽ മാത്രം പിടിച്ച് അന്ധനായി, അതായത് ഭൗതിക ഐശ്വര്യങ്ങളിലും പദവിയിലും ഒക്കെ അന്ധത ബാധിച്ച എല്ലാവരും ധൃതരാഷ്ട്രന്മാരാണ്. അതുപോലെ തന്നെ അനാവശ്യ കാര്യങ്ങൾക്ക്, അധർമ്മത്തിന് വേണ്ടിയിട്ട്, അത് അധർമ്മത്തിന് സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനുവേണ്ടി ജീവിതം നയിക്കുന്ന ആൾക്കാർ, അല്ലെ അതിനെ സപ്പോർട്ട് ചെയ്ത് ജീവിക്കുന്ന ആൾക്കാർ എല്ലാവരും ദുര്യോധനന്മാർ തന്നെയാണ്. അപ്പൊ ഈ നമ്മളില് എത്ര പേര് ദുര്യോധനനും ധൃതരാഷ്ട്രനുമാണ് ഉള്ളില് എന്ന് മനസ്സിലാക്കി അതിനെ മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ശരിക്കും ഈ മനുഷ്യജന്മത്തിന്റെ ഒരു അർത്ഥം ഉണ്ടാവുന്നത്. ഈ മനുഷ്യജന്മത്തിന് അർത്ഥം, ഒരു മനുഷ്യജന്മം കിട്ടിയതിനൊരു അർത്ഥം ഉണ്ടാവുന്ന അപ്പോഴാണ്. അല്ലെങ്കിൽ മനുഷ്യജന്മം കിട്ടിയിട്ട് ഒരു പ്രയോജനമില്ല. കാരണം നമ്മള് അറിയാം, ഈ മൃഗങ്ങളും നമ്മളും ഒക്കെ ഒരുപോലെ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യണത്. ഉപനിഷത്തുകളിലും ശാസ്ത്രങ്ങളിലും പറയുന്നുണ്ട്. എന്താണ്? ആഹാര നിദ്ര ഭയമൈഥുനം ച. ആഹാരം, നിദ്ര, ഭയം, മൈഥുനം സാമാന്യമേത് പശുവിർ നരാണാം. മനുഷ്യനും മൃഗങ്ങളും ഒക്കെ ചെയ്യുന്ന പൊതുവായിട്ടുള്ള ഈ 4 കാര്യങ്ങൾ തന്നെയാണ് അല്ലെ. ആഹാരം ഭക്ഷിക്കുന്നു അല്ലെ. എല്ലാവരും ഈ കഷ്ടപ്പെടുന്നതും ഈ കാണുന്ന കുതന്ത്രങ്ങളും ഒക്കെ കാണിക്കുന്നതും ഒരു ജാൻ വയറിന് വേണ്ടിയാണ് എന്ന് പറയാം. അതാണ് പ്രധാനം അല്ലെ. ഭക്ഷണത്തിന് വേണ്ടിയാണ് എല്ലാവരും മത്സരിക്കുന്നത്. ഭക്ഷണം ആണെങ്കിൽ കാശ് വേണം, ആ കാശ് സമ്പാദിക്കാനായിട്ടാണ് ആൾക്കാർ ഇത്രയും പ്രയത്നമൊക്കെ ചെയ്യുന്നത് അല്ലെ. മറ്റുള്ള വെട്ടിയിട്ടിട്ടും കുതുകാലി വെട്ടിയൊക്കെ ചെയ്യുന്നത് ഈ ഒരു ഭക്ഷണം അല്ലെങ്കിൽ ലക്ഷറി, ഭക്ഷണം ഉദ്ദേശിക്കുന്ന ലക്ഷറി, ജീവിതത്തിന്റെ ഐശ്വര്യങ്ങൾ, ഭൗതികമായ ഐശ്വര്യങ്ങൾ നേടാൻ വേണ്ടി തന്നെയാണ്. അപ്പൊ ഒന്നാമത്തെ കാര്യം ആഹാരം, നിദ്ര, ഉറക്കം. സമാധാനമായിട്ട് ഉറങ്ങണം അല്ലെ. സമാധാനമായിട്ട് ഉറങ്ങണമെങ്കിൽ നമുക്ക് അത്യാവശ്യം നമ്മൾ ആഗ്രഹം കാര്യം നടക്കണം, കാര്യങ്ങൾക്ക് തടസ്സം വരാതിരിക്കാൻ എന്താണ്, അതിന് അടിസ്ഥാനമായിട്ട് കാശ് വേണം. അപ്പൊ ആ കാശ് സമ്പാദിക്കണം, എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് പിന്നത്തെ കാര്യം. പൊതുവേ മത്സരിക്കുന്നത് ഇതിനു വേണ്ടിയാണ്. അപ്പൊ ആഹാര, നിദ്ര, ഭയം. ഭയം എന്ന് പറഞ്ഞാൽ ഭയം ഉദ്ദേശിക്കുന്നത് മത്സരം, അതായത് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെ. നിർദ്ധാരണം, ആരാണ് ഈ സിറ്റുവേഷൻസിനെ അല്ലെങ്കിൽ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിയുന്നത് അയാളായിരിക്കും ഇവിടെ സർവൈവ് ചെയ്യുന്നത്, ബാക്കിയുണ്ടാവുന്നത്. ആ സാഹചര്യങ്ങളെ അതിജീവിക്കാൻ കഴിവുള്ള ആൾക്കാരൊക്കെ നശിച്ചു പോകും എന്നാണല്ലോ. മറ്റു നമ്മൾ കണ്ടിട്ടുണ്ട് പല മൃഗങ്ങളും പക്ഷികളും ഒക്കെ അങ്ങനെ നശിച്ചു പോയിട്ടുണ്ട്, സാഹചര്യത്തിന് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ട്, കാലാവസ്ഥ വ്യതിയാനം കൊണ്ടും മറ്റൊക്കെ. അതുപോലെ തന്നെ അപ്പോൾ ഈ കാലാവസ്ഥയിൽ സാഹചര്യത്തെ അതിജീവിക്കാൻ പറ്റുന്നതിനൊരു മത്സരം ഉണ്ടല്ലോ അല്ലെ. അപ്പം തമ്മിൽ സ്വന്തം കൂട്ടത്തിലുള്ള ആൾക്കാരുമായിട്ടായിരിക്കും, അല്ലെങ്കിൽ വേറെ മറ്റു മൃഗങ്ങളുമായിട്ടായിരിക്കും നമ്മൾ മത്സരിച്ചാണ് ഇവിടെ ജീവിക്കുന്നത് അല്ലെ. മൃഗങ്ങൾ, നമ്മുടെ നായ്ക്കള് റോഡിൽ കിടന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കൊരു ബൗണ്ടറിയും ഒക്കെ തിരിച്ചിട്ടുണ്ട് അവര്. ഇതുപോലെ ഇത്ര ദൂരം വരെ എന്റെ ഏരിയ ആണ്, അങ്ങനെ നായ്ക്കൾ തിരിച്ചിട്ടുണ്ട്. അപ്പൊ വേറെ പുതിയ നായ വന്നു കഴിഞ്ഞാൽ അവൻ അവിടെ കിടന്ന് ബഹളം വെച്ച് അടികൂടി പിടികൂടി റോഡിൽ കിടന്ന് അടികൂടും. പക്ഷെ നമ്മളോ കുറച്ച് എന്താ പറയാ, കുറച്ച് സഫിസ്റ്റിക്കേറ്റഡ്, കുറച്ച് എന്താ പറയാ ആധുനികപരമായിട്ട് നമ്മൾ യുദ്ധം അടികൂടുന്നു. ഈ നായ്ക്കളും നമ്മൾ യാതൊരു വ്യത്യാസവും ഇല്ല. ആഹാരദ്ര ഭയവേദനം സാമാന്യമായ പശുവിനരാണ്. അപ്പൊ ഈ സന്താനോൽപാദനം അല്ലെ, ഇതെല്ലാ ജീവികളും ചെയ്യുന്ന അവര്, ഈ നായ്ക്കളും മറ്റു മൃഗങ്ങളും റോഡിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ അവര് ആഹാരം കഴിക്കുക, എന്താ പറയാ സന്താനോൽപാദനം നടത്തുക, ഇതൊക്കെ അവർ റോഡിൽ ചെയ്യുമ്പോൾ ഉറങ്ങുക ഒക്കെ റോഡിലാകുമ്പോൾ നമ്മൾ കുറച്ച് കട്ടിലും റൂമിലും AC റൂമിലൊക്കെ ചെയ്യണം. അത്രമാത്രം വ്യത്യാസം. പക്ഷെ എന്താ വ്യത്യാസം എന്താ അതിലുള്ളത്? ധർമ്മം അല്ലെ. ധർമ്മേനഹീന പശുവിർ സമാന. അപ്പൊ ധർമ്മം എന്നൊരു സാധനം ഉണ്ട് മനുഷ്യർക്ക് മാത്രമേ ഉള്ളത്. ഈ ധർമ്മം എന്താണ് എന്ന് ശ്രീല പ്രഭുപാദ് പറയുന്നത്. ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം നവേ വിദുർ ഋഷിയോ നാപി ദേവ ന സിദ്ധമുഖ്യ അസുരാ മനുഷ്യാഹ കുതോനു വിദ്യാധര ചാരണാദയ. ശ്രീമദ് ഭാഗവതം 6-ാമത്തെ സ്കന്ധത്തില് 3-ാം അധ്യായം 10-ാം ശ്ലോകം. ധർമ്മം തു സാക്ഷാൽ ഭഗവത് പ്രണീതം ന വിദുർ ഋഷിയോ നാപി ദേവാഹ ന സിദ്ധ മുഖ്യാ അസുരാ മനുഷ്യാൻ
കുതോന് വിദ്യാധര ചരണാലയ. ഈ ധർമ്മം എന്താണ് ഈ ധർമ്മം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ സ്വയം നടപ്പിലാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ്. ധർമ്മം സാക്ഷാൽ ഭഗവത് പ്രണീതം ന വൈ വിധുർ ഋഷിയോ നാഭി. അപ്പോ ഈ ഋഷിമാർക്കോ ദേവന്മാർക്കോ ഈ സിദ്ധി നേടി സിദ്ധന്മാർക്കോ മനുഷ്യർക്കോ അസുരന്മാർക്കോ പിന്നെ എന്ത് പറയുന്നു വിദ്യാധരന്മാർക്കോ ചരണന്മാർക്കോ ഇതൊക്കെ മറ്റ് ഗ്രഹങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരാണ് അല്ലെ. സിദ്ധലോകമുണ്ട്, ചരണലോകമുണ്ട്, വിദ്യാധര ലോകം, ഇവരൊക്കെ വേറെ പല പല പ്ലാനറ്ററി സിസ്റ്റത്തിന്റെ പല സ്ഥലങ്ങളിലും ജീവിക്കുന്ന ആൾക്കാരാണ്. ഭൂമിക്ക് മുകളിലുള്ള മറ്റ് ഉപരിലോകങ്ങളിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവർക്കൊന്നും തന്നെ ഇതിന് ശരിയായ വണ്ണം മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടാണെന്ന് പറയാണ്. കാരണം ഭഗവാൻ തന്നെ നടപ്പിലാക്കിയിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് ധർമ്മം. ഭഗവാൻ എന്ത് പറയുന്നു ശാസ്ത്രങ്ങളിലും നേരിട്ടോ അല്ലെങ്കിൽ ആചാര്യന്മാർ വഴിയോ അല്ലെങ്കിൽ മറ്റ് ഋഷിമാർ വഴിയോ വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അത് ഭഗവാന്റെ നിർദ്ദേശങ്ങളാണ്. ഏതൊരു വ്യക്തിയാണോ ഇതിനനുസരിച്ച് ജീവിക്കുന്നത് അവൻ മാത്രമേ ഈ ഭൗതികതയുടെ ആ ഒരു പിടിയിൽ നിന്നും മുകളിലേക്ക് ഉയർന്നു വന്ന് ആ ഒരു ത്രിഗുണങ്ങൾക്ക് മുകളിൽ വന്നിട്ട് ആധ്യാത്മികമായിട്ട് വരാൻ പറ്റും. എന്നിട്ട് ഈ ജീവിതം അവസാനിക്കുമ്പോൾ തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാനുള്ള അവസരം അങ്ങനെയുള്ള വ്യക്തികൾക്ക് മാത്രമേ സാധ്യമാകൂ. പ്രഭുപാദ് എടുത്ത് ദുർബുദ്ധി, പ്രധാനമായിട്ടും പ്രഭുപാദ് ദുർബുദ്ധി എന്ന് പറയുന്നത് ഇത് തന്നെ പറയാൻ കാരണം പ്രഭുപാദ് പറയുന്നു അന്യന്റെ മുതൽ അപഹരിക്കുന്നവൻ അല്ലെ. നമുക്ക് ദൈവം തന്നിട്ടുള്ളത് വെച്ചിട്ട് സന്തോഷത്തോടു കൂടി നമ്മൾ അതിനെ തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ആനന്ദം അനുഭവിക്കാൻ പറ്റും, സന്തോഷം തൃപ്തിയൊക്കെ നമുക്ക് ഉണ്ടാവും. അല്ല എനിക്ക് ഇനിയും വേണം പൂന്താനം പറഞ്ഞ പോലെ അല്ലെ, 100 കിട്ടുകിൽ സഹസ്രം മതിയെന്നും സഹസ്രം കിട്ടുകിൽ ആയുധവും പോരാ എന്ന് പറയുന്നത് അല്ലെ. 100 കിട്ടുമ്പോൾ ഇനി ഒരു 1000 കിട്ടിയാലോ, അപ്പൊ 1000 കിട്ടുമ്പോൾ എന്താ 10,000 കിട്ടിയാലോ, 10,000 കിട്ടുമ്പോൾ 1,00,000 കിട്ടിയാലോ. ഒരിടത്തും ഈ ഒരു ത്വര അവസാനിക്കുന്നില്ല. എത്ര കിട്ടിയാലും ഇനിയും പോരട്ടെ, ഇനിയും പോരട്ടെ, അനിയോർ എന്ന് നമ്മള് ഈ ഗോവർദ്ധന ലീലയിൽ പറയും പോലെ അല്ലെ. ഗോവർദ്ധൻ പറയും ഇനിയും വരട്ടെ എന്ന് അല്ലെ, നിവേദ്യ ഇനിയും വരട്ടെ എന്ന് ഗോവർദ്ധൻ ഭഗവാൻ പറയും പോലെ ഇവിടെ നമ്മളും പറയുന്നത് അനിയോർ പ്രജഭാഷ അനിയോർ എന്ന് വെച്ചാൽ ഗീവ് മീ മോർ ഇനിയും കൂടുതൽ തരൂ എന്ന് പറയും പോലെ പറയുന്നതാണ്. അങ്ങനെ നമ്മൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും കിട്ടിയിട്ട് തൃപ്തിയാവുന്നില്ല. എന്തുകൊണ്ടാണ്? നമുക്ക് കിട്ടേണ്ടത് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് കിട്ടേണ്ടുന്ന ഒരു കാര്യം കറക്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്ക് തൃപ്തിയാവും അല്ലെ. നമുക്ക് ഉദാഹരണത്തിന് വെള്ളം ദാഹിക്കുന്നു അല്ലെ. ദാഹിക്കുന്ന സമയത്ത് നമുക്ക് വെള്ളം തന്നെ വേണം. നമ്മൾ വേറെ എന്തൊക്കെ കിട്ടിയാലും നമുക്ക് ആ ദാഹം മാറില്ല. നമ്മൾ എത്ര ജ്യൂസ് കുടിച്ചാലും ഒന്നും നമുക്ക് അങ്ങനെ പെട്ടെന്ന് ദാഹം കൂടുകയുള്ളൂ അല്ലെ. അല്ലെങ്കിൽ ആ സമയത്ത് കുറെ നമുക്ക് ദാഹിച്ചിരുന്ന ഒരാൾക്ക് നമ്മള് വിഭവസമൃദ്ധമായ സദ്യ കൊടുക്കുകയാണ്, അയാൾ തൃപ്തനാവില്ല, ഒരിക്കലും തൃപ്തനാവാൻ പറ്റില്ല അയാൾക്ക്. കാരണം അയാൾക്ക് വേണ്ടത് അന്നേരം ദാഹം ശമിപ്പിക്കാനുള്ള ജലമാണ്. എന്ന് പറഞ്ഞ പോലെ നമുക്ക് എന്താണോ യഥാർത്ഥത്തിൽ കിട്ടുന്നത് അത് കിട്ടിയാൽ മാത്രമേ, ഈ ആത്മാക്കളെല്ലാം തന്നെ ഭഗവാന്റെ തന്നെ അംശമായതുകൊണ്ട് ഭഗവാൻ എന്താണ് ഉപനിഷത്ത് പറയുന്നു ആനന്ദമയോഭ്യാസ. ഭഗവാൻ ആനന്ദമയനാണ്, ആനന്ദ സ്വരൂപനാണ്. ആനന്ദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന സന്തോഷം, ഭൗതികലോകത്തുള്ള സന്തോഷമല്ല അല്ലെ. സന്തോഷം എന്ന് പറയുന്നത് നമ്മൾ താൽക്കാലം ഈ മനസ്സിൽ നിന്നുണ്ടാവുന്നതാണ്. ഈ സന്തോഷത്തിന് അത് ആനുപാതിക അല്ലെങ്കിൽ എന്താ പറയാ ആപേക്ഷികമാണ് സന്തോഷം അല്ലെ. നമുക്ക് ഒരു സമയത്ത് സന്തോഷം തരുന്ന ഒരു സാധനം അല്ലെങ്കിൽ ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നമോ നമുക്ക് മറ്റൊരു സമയത്ത് നമുക്കത് സന്തോഷമല്ല, നമുക്ക് ഇറിറ്റേഷൻ ആയിട്ട് മാറും, നമുക്കൊരു അരോചകമായിട്ട് മാറും, അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്ന അവസ്ഥയായിട്ട് മാറും അല്ലെ. എല്ലാം ഒരു കണക്കിന് ലിമിറ്റിന് ആ സമയത്ത് കിട്ടിയാൽ മാത്രമാണ്. ഒരു സമയത്ത് നമുക്ക് ആനന്ദം തരുന്ന സാധനം വേറെ സമയത്ത് ആനന്ദം തരണമെന്നില്ല. ഒരു വ്യക്തി നമുക്ക് ചിലപ്പോൾ ഇറിറ്റേഷൻ ആയിട്ട് തോന്നും. ഇപ്പൊ ഈ ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ മംഗളാചരണം പറയുന്ന പോയിട്ട് എൻ്റെ ഒരു വളരെ അടുത്ത ഫ്രണ്ടാണ് എനിക്ക് കോൾ ചെയ്തത്. എനിക്കിത് സത്യം പറഞ്ഞ ഇറിറ്റേഷൻ ആയിട്ട് തോന്നിയത്. അപ്പൊ സാധാരണ ആ വ്യക്തി വിളിക്കുകയാണെങ്കിൽ എനിക്ക് സന്തോഷമായിരിക്കും. പക്ഷെ ഈ പെട്ടെന്ന് ക്ലാസ് തുടങ്ങാനിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു കോൾ വന്ന് എനിക്കത് കോൾ കട്ട് ചെയ്യാനും പറ്റിയില്ല. ഞാൻ ഗ്രൂപ്പിൽ നിന്ന് എനിക്ക് പുറത്ത് പോകേണ്ടി വന്നു. അപ്പോൾ അതെനിക്ക് സാധാരണഗതിയിൽ വിളിക്കുമ്പോൾ സന്തോഷമാണ്, പക്ഷെ അന്നേരം എനിക്ക് സന്തോഷമായിട്ടല്ല തോന്നിയത്. അപ്പോൾ ഈ ഭൗതികമായിട്ടുള്ള നമുക്ക് സന്തോഷം തരുന്ന എല്ലാം തന്നെ നമുക്ക് പല സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് അത് മാറും. ചിലപ്പോൾ സന്തോഷം തരുന്നത് ദുഃഖമായിട്ട് മാറും, ദുഃഖം തരുന്നത്. അതുമാത്രമല്ല, ഈ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്ന ഒരു ഭൗതിക വസ്തു തന്നെ നമുക്ക് എന്താണ് ദുഃഖം തരുന്നതും അതേ സാധനം തന്നെ. കാരണം ഈ സന്തോഷം അനുഭവിച്ച് കഴിയുമ്പോൾ നമുക്ക് അത് കിട്ടാതാകുമ്പോൾ ദുഃഖമാണ്, ഓട്ടോമാറ്റിക്കലി ദുഃഖത്തിലേക്ക് പോകും. അപ്പോ
ഈ സന്തോഷം തരുന്ന വസ്തു തന്നെ ദുഃഖത്തിന് കാരണമാവും. ഇത് വീണ്ടും വീണ്ടും നമുക്ക് ചിലപ്പോൾ ഒരു ബോറിങ്, അത് നമുക്കൊരു ബോറിംഗ് ആയിട്ട് മാറും. അപ്പൊ നമ്മൾ എപ്പോഴാണോ ഈ ശരിയായിട്ടുള്ള ഒരു ആനന്ദം നേടുന്നതെന്ന് പറയുന്നത്, ഈ ആനന്ദമയനായിട്ടുള്ള ഭഗവാൻ അല്ലെ, ഈ ഭഗവാനുമായിട്ട് നമ്മൾ എപ്പോഴാണ് ബന്ധം സ്ഥാപിക്കുന്നത്, അപ്പോൾ മാത്രമേ നമുക്ക് ശരിയായിട്ടുള്ള ആനന്ദം ലഭിക്കൂ. ഇവിടെ ദുർബുദ്ധി എന്ന് പറയാൻ കാരണം അന്നന്റെ മുതൽ ആഗ്രഹിക്കുന്നുണ്ട്. എന്താണ് ശാസ്ത്രങ്ങൾ പറയണു? ഈശാവാസ്യമിതം സർവം, ആ ശ്ലോകത്തിൽ പറയുന്നത് തേന തെക്തേന പുഞ്ചിതാമ ഘൃത കാശസിദ്ധനം. ഈശ്വരൻ പറയണം എന്താണ്? നമുക്ക് തന്നിട്ടുള്ള മാത്രം നമ്മൾ എടുക്കുക. ഭഗവാൻ നമുക്ക് എന്തൊക്കെയാണ് അലോട്ട് ചെയ്തിട്ടുള്ളത്, നമ്മുടെ റേഷൻ പ്രകാരം നമുക്ക് കിട്ടിയിട്ടുള്ളത്, അത് വെച്ചിട്ട് നമ്മൾ സന്തോഷമായിട്ട് തൃപ്തിപ്പെട്ടിരിക്കുക. അത് മാത്രമല്ല, നമ്മൾ മറ്റുള്ളവരുടെ എക്സ്ട്രാ ആഗ്രഹിക്കാനും പാടില്ല. നമുക്ക് എന്താണ് കിട്ടിയത് അതെടുത്ത് ഉപയോഗിക്കുക, അതുകൊണ്ട് തൃപ്തിപ്പെടുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ലോക സമാധാനത്തിന്റെ സൂത്രവാക്യം ശ്രീ പ്രഭുപാദ് പറയുന്നത്. എന്താണ്? കിട്ടുന്നത് കൊണ്ട് തൃപ്തിയായിട്ട്, ഇതെല്ലാം കൃഷ്ണന്റെയാണ്. അല്ല, ഈശാവാസ്യം ഇതം സർവം, ഈശാവാസ്യം സർവം, ഇതെല്ലാം ഈശ്വരന്റെയാണ്. അല്ലെ, എല്ലാത്തിന്റെയും ഉടമസ്ഥൻ ആരാണ്? സാക്ഷാൽ നാരായണൻ ശ്രീഹരി കൃഷ്ണനാണ് എല്ലാത്തിന്റെയും ഉടമസ്ഥൻ. അദ്ദേഹത്തിന്റെ കൃപ കൊണ്ട് നമുക്ക് ഇവിടെ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള കാര്യങ്ങൾ ഭഗവാൻ പ്രൊവൈഡ് ചെയ്യുന്നു. അല്ലെ, അങ്ങനെയുള്ള ഭഗവാൻ തരുന്നതിനെ എടുത്തിട്ട് കിട്ടുന്നോണ്ട് തൃപ്തിപ്പെടാത്ത മനുഷ്യൻ ഒരിക്കലും നമ്മൾ എത്ര കിട്ടിയാലും നമ്മൾ ഇനി ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. നമുക്ക് എന്താണ് ഭഗവാൻ തന്നിട്ടുള്ളത്, അത് നമ്മുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്, നമ്മുടെ കർമ്മ അനുസരിച്ചുള്ള ഭഗവാൻ തരുന്നു എന്ന് മാത്രം നമ്മൾ ആദ്യം മനസ്സിലാക്കുക. കൂടുതലും അല്ല കുറവും അല്ല, നമുക്ക് സമയത്ത് വേണ്ട സമയത്ത് നമ്മുടെ യോഗ്യത അനുസരിച്ച് ഭഗവാൻ തന്നോളൂ. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. അല്ലാതെ വീണ്ടും ഇനിയും വേണം എന്ന് നമ്മൾ ആശിച്ചുകൊണ്ടിരുന്നതല്ല. ഈ ആശയാണ് എല്ലാ പ്രശ്നത്തിനും കാരണം. അപ്പൊ പ്രഭുപാദ് പറയുന്നു, ലോക സമാധാനത്തിന്റെ സൂത്രവാക്യം തന്നെ ഇതാണ്. എല്ലാം ഭഗവാന്റെയാണ്, കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടുക. നമ്മൾ കിട്ടുന്ന ഓരോ മൊമെന്റ്സും നമ്മൾ, ഇത് പ്രാക്ടിക്കൽ ലൈഫിൽ എങ്ങനെയാണ്, പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ കിട്ടുന്ന ഓരോ ചെറിയ സന്തോഷങ്ങളും അല്ലെങ്കിൽ കിട്ടുന്ന നല്ല പോസിറ്റീവ് കാര്യങ്ങളും നമ്മൾ ആഘോഷിക്കാൻ പഠിക്കുക. അല്ലാതെ എനിക്ക് ഇത്രേ കിട്ടിയുള്ളൂ, എനിക്കിന്ന് ഇത്രയും കിട്ടി, 100 രൂപ കിട്ടിയാ ഭഗവാൻ തന്നല്ലോ എനിക്ക്, അങ്ങനെ ചിന്തിക്കണം. അല്ലാതെ അയ്യോ ഇത്രയല്ലേ കിട്ടിയുള്ളൂ, അതാണ് നമ്മുടെ ചിന്താഗതിയിലുള്ള പ്രശ്നമാണത്. അല്ലെ, നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയും, മനോഗതി, മനോവിചാരം, നമ്മുടെ ആറ്റിറ്റ്യൂഡിനെയാണ് കാണിക്കുന്നത്. ഇപ്പോ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് ആളും നെഗറ്റീവ് ആയിട്ടുള്ള ആളും തമ്മിൽ വ്യത്യാസം നമ്മൾ പറഞ്ഞാല്, ഒരു ഗ്ലാസ് വെള്ളത്തിൽ പകുതി വെള്ളം ഉള്ള ഒരു ഗ്ലാസ്, ഒരു പോസിറ്റീവ് ആയിട്ടുള്ള വ്യക്തി എന്ത് പറയും, അതില് 1/2 ഗ്ലാസ് വെള്ളം ഉണ്ട് എന്ന് പറയും. പക്ഷെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആൾ എന്ത് പറയും, അയ്യോ ഇതിൽ 1/2 ഗ്ലാസ് വെള്ളമല്ലേ ഉള്ളൂ എന്ന് പറയും. അപ്പൊ നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ പല ആൾക്കാരോട് സംസാരിക്കാൻ നമുക്കറിയാം, നമ്മൾ നല്ല പോസിറ്റീവ് കാര്യം പറയുമ്പോഴും അതിൽ ഒരു നെഗറ്റീവാണ് അതിൽ പലരും കണ്ടുപിടിക്കുന്നത്. തമാശക്ക് പറയും, ഒരാള് നല്ലൊരു കോടികളും മുടക്കിയൊരു വീട് പണി. ആ വീട്ടിലാണെങ്കിൽ എപ്പോഴും കുറ്റം പറയുന്ന ഒരാൾ അവിടെ വീട്ടിൽ എത്തി, ഈ എന്താ പറയുക ഗൃഹപ്രവേശത്തിന്. ഇയാള് കുറെ ഇങ്ങനെ നോക്കി എന്താണ് കുറ്റം കണ്ടുപിടിക്കാൻ അതിനകത്ത്, നോക്കിയില്ല, എല്ലാം നല്ല സൂപ്പറായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, എല്ലാ സാധനങ്ങളും ഫസ്റ്റ് ക്ലാസ് ക്വാളിറ്റിയാണ്. പ്ലംബിംഗ്, ഇലക്ട്രിക് ഐറ്റംസ്, ട്യൂബ് ലൈറ്റ്, ഫാന്, TV എല്ലാം വീട്ടിൽ അവിടെ കുറ്റം പറയാനായിട്ട് ഒന്നുമില്ല, എല്ലാം നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടാണ് അയാൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷെ അതിൽ കുറ്റം പറയണമല്ലോ, അല്ലെങ്കിൽ ഇയാൾക്കൊരു വെപ്രാളമാണ് കുറ്റം പറയാനായിട്ട്. അപ്പൊ അയാൾ പറയും അയാൾ നന്നിട്ടുണ്ടായിട്ട്, പക്ഷെ ഈ വീട് പൊളിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവുന്നു. എന്താണ് അപ്പോൾ അയാൾ കാണുന്നത്? നെഗറ്റിവിറ്റി. ഇതിൽ പറഞ്ഞേ പറ്റി അയാൾ കാണുന്നത് ഈ വീട് പൊളിക്കാൻ. അങ്ങനെ ആരെങ്കിലും ചിന്തിക്കും? സാധാരണ ഒരു പോസിറ്റീവ് മൈൻഡായിട്ടുള്ള ആൾക്കാർ അങ്ങനെ പറയോ? അങ്ങനെ പറയില്ലല്ലോ. ഒരു ഉദാഹരണം പറയുന്നുള്ളൂ. ഇങ്ങനെയാണ് നമ്മുടെ ആൾക്കാർ. ഇപ്പൊ എത്ര പോസിറ്റിവിറ്റി നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിലും നെഗറ്റീവ് മാത്രം, അല്ലെ? നമ്മുടെ സ്കൂളിൽ പഠിച്ചിട്ടുള്ള ഒരു കവിത ഉണ്ടല്ലോ, അല്ലെ? ക്ഷീരമുള്ളോർ അഴിഞ്ചുവട്ടിലും ചോര തന്നെ കൊതുകിന് കൗതുകം, അല്ലെ? ഈ ദുഷ്ടബുദ്ധിയുള്ള ആൾക്കാർ ദോഷേക ദൃക്കുകൾ എന്ന് പറയും. അവര് ദോഷം മാത്രമേ കാണൂ. ഈ ദുർബുദ്ധി ആയിട്ടുള്ള നമ്മുടെ ദുര്യോധനെ പോലെ. നമ്മൾ ഇങ്ങനെയുള്ള ആൾക്കാരിൽ നിന്ന് നമ്മൾ ഓരോ ലെസൺസ് അല്ലെങ്കിൽ പാഠം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മൾ ഇങ്ങനത്തെ നെഗറ്റീവ് മെന്റാലിറ്റി ഉള്ള ദുഷ്ടത്തിലുള്ള ആൾക്കാരെ എന്താ പഠിക്കേണ്ടത്? നമ്മൾ ഇതുപോലെ നമ്മൾ ആവാൻ പാടില്ല. ആയിക്കഴിഞ്ഞാൽ നമ്മളും സർവനാശത്തിലേക്ക് പോകും, അല്ലെ? നമ്മുടെ പലരും കിട്ടുന്ന തൃപ്തിയാവാതെയാണ് നമ്മൾ മറ്റുള്ളവരുടെ സാധനം അപഹരിക്കുക, അല്ലെങ്കിൽ അവന്റെ ഒരു കേസ് കൊടുക്കുക മറ്റുള്ളവരുടെ പേരിൽ, ഇത് എനിക്കുള്ളതാണ്. ഒരു വെറുതെ ചുമ്മാ കേസ് കൊടുക്കും. ആ സിവിൽ കേസൊക്കെ അങ്ങനെ വർഷങ്ങളോളം നീണ്ടു പോകും,
അല്ലെ, മറ്റുള്ളവരുടെ അതൊക്കെ നമ്മൾ ചുറ്റും കാണുന്ന കാര്യങ്ങളാണത്. അപ്പൊ അവന് സമാധാനമുണ്ടോ? ഒരു സമാധാനമില്ല. പണ്ട് കാലത്തൊക്കെ നമ്മളിങ്ങനെ പറയും, ഈ തിരുവനന്തപുരത്ത് നേറ്റിങ്കര ഭാഗത്തുള്ള ചില ആഢ്യന്മാര് തറവാടികളുടെയൊക്കെ സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതിനെ പറ്റി തമാശക്ക് പറയും. ആഹ് ഒരു ചിലപ്പോ അപ്പുറത്തുള്ള പറമ്പിലുള്ള ആള് ഒരു ചെറിയ ഒരു ഒരു 5 അടി ഇങ്ങോട്ട് കയറ്റി വേലി കെട്ടും. പണ്ടൊക്കെ വേലിയാണല്ലോ. അപ്പൊ എന്ത് ചെയ്യും? ഈ വേലി പൊളിച്ചു മാറ്റില്ല. അപ്പൊ നേരെ എന്ത് ചെയ്യും? കോടതിയിൽ പോകും. ഈ ഒരു 5 അടി ഇങ്ങോട്ട് കെട്ടി ചിലപ്പോ ഒരു ഇങ്ങനെ ചെയ്യുമ്പോൾ ചിലപ്പോൾ അര സെന്റ് പോലും ഇങ്ങോട്ട് കയറും. പക്ഷേ ഈ കേസ് പറയാനായിട്ട് വക്കീലന്മാർ കൊടുത്ത് കേസും കോടതിയും പറഞ്ഞ് ഉള്ള 10 ഏക്കർ എഴുതിയിരിക്കും. ഇതാണ് മനുഷ്യന്റെ മെന്റാലിറ്റി. ഇത് കഥയല്ല, നടന്ന ചരിത്ര സംഭവങ്ങളാണ്. അപ്പോ ആ ഒരു അരയടി അല്ലെങ്കിൽ ആ ഒരു സെന്റ് വിട്ടുകൊടുത്താല്, അല്ലെങ്കിൽ സൗഹൃദത്തിലോ നമ്മൾ കൊണ്ടുപോകുന്നില്ല, നമ്മൾ എപ്പോഴും പറയല്ലോ, ഇതൊക്കെ ആര് കൊണ്ടുപോകും മരിക്കും, വീട്ടിൽ പോകേണ്ടത് എന്ന് പറയും. അത് നമ്മൾ വെറുതെ പറയുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും അത് നമ്മൾ അപ്ലൈ ചെയ്യാറില്ല. ഈ പറഞ്ഞ ഈ ഒരു തത്വം, ഈ ഉപനിഷത്ത് തത്വം, ഈശാവാസ്യപ്രദാനുസരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്. പക്ഷെ നമ്മൾ പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മളത് പാലിക്കാറില്ല. ഇത് ശാസ്ത്രം അല്ലെങ്കിൽ ഉപനിഷത്ത് പഠിച്ചിട്ടൊന്നുമല്ല, അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ വരുന്ന ഒരു അറിവാണ്. പക്ഷെ അത് നമ്മൾ പലപ്പോഴും പറയാൻ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ പ്രാക്ടിക്കലി ചെയ്യാറില്ല. ഇപ്പം പ്രഭുപാദ് പറയുന്നു, വെറും കഠിനാധ്വാനം കൊണ്ട് ധനികനാവാൻ കഴിയില്ല. നമുക്ക് നമ്മുടെ കർമ്മം കൂടെ നമുക്കതിൽ വന്നേ പറ്റൂ. അല്ലാതെ നമ്മൾ എന്ന് വെച്ചാൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടെന്നല്ല, നമ്മളൊരു ലിമിറ്റ്, നമ്മുടെ ഭൗതിക ശരീരവും നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതമൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ രീതിയിൽ നമ്മൾ കുറച്ച് വർക്ക് ചെയ്തേ പറ്റൂ. അല്ലേ, കർമ്മഭൂമിയാണല്ലോ ഇത്. അപ്പൊ നമുക്കിവിടെ വർക്ക് ചെയ്ത് വരും. പക്ഷെ അതിനു വേണ്ടി അതിനു വേണ്ടി മാത്രം നമ്മൾ പോയിട്ട് അതിനു വേണ്ടി ഒരു ജീവിതം വേസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പ്രഭുപാദ് പറയുന്നുണ്ട്. പ്രഭുപാദ് വേറൊരു പറയുന്നത്, ത്രൈഗുണ്യ വിഷയാവേദ നിസ്ത്രൈഗുണ്യ ഭവാർജുന നിർദ്ദന്തോ നിത്യസത്തസ്ഥോ നിർയോഗക്ഷേമാത്മവാൻ. ഭഗവത്ഗീത 2-ാം ശ്ലോകത്തിൽ 2-ാം അധ്യായം 45-ാം ശ്ലോകത്തില് പ്രഭുപാദ് എടുത്ത് കോട്ട് ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു വ്യാഖ്യാനത്തില് അർജുനോട് കൃഷ്ണൻ പറയുന്നത്, ഈ വേദങ്ങളിൽ കാണുന്ന ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളൊക്കെ വേദങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ട് അല്ലെ. നിങ്ങൾ ഇന്നത് ചെയ്താൽ ഇന്ന കാര്യം നടക്കും. ഭൗതികമായിട്ടുള്ള പുരോഗതിക്കുള്ള ഒരുപാട് സൊല്യൂഷൻസ്, റെമഡീസ് നമ്മുടെ വേദശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ തന്നെ ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. അതാണ് മനുഷ്യ ജീവിതത്തിൽ അച്ചീവ് ചെയ്യേണ്ടത്. മനുഷ്യൻ നേടേണ്ടത് ചതുർവിധ പുരുഷാർത്ഥങ്ങൾ എന്ന് പറയും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പൊ ഈ ധർമാർത്ഥ കാമമോക്ഷാഖ്യാം യ ഇച്ഛേത് ശ്രയാത്മനഃ ഏകം ഏവ ഹരേ തത്രഃ കാരണം പാദസേവനം. പ്രബോധനം പറയുന്നുണ്ട്, ഇത് ഭാഗവതർ 4-ാമത്തെ സ്കന്ധത്തില് 8-ാം അധ്യായം 44-ാം ശ്ലോകം. ധർമാർത്ഥ കാമമോക്ഷാഖ്യാം യ ഇച്ഛേ ശ്രയാത്മനഃ ഏകം ഏവ ഹരേ തത്രഃ കാരണം പാദസേവനം. ധർമ്മം എന്നതാണ് ഭൗതികമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഡെവലപ്മെന്റ്സ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ ഇഷ്ടമനുസരിച്ച്, ഭഗവാന്റെ ആജ്ഞ അനുസരിച്ചിട്ടും ധർമ്മഗ്രന്ഥങ്ങൾ അനുസരിച്ചിട്ടുള്ള ജീവിതം, അതിനെയാണ് ധർമ്മം. ധാർമ്മികമായ ജീവിതം എന്ന് പറയും അല്ലെ. ധാർമ്മികം, റിലീജിയസിറ്റി എന്നൊക്കെ പറയും, ധാർമ്മികമായിട്ടുള്ള ജീവിതം. അപ്പൊ അത് ആദ്യം അനുഷ്ഠിച്ചു കഴിഞ്ഞ് പിന്നെന്താണ്? കാമം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹപൂർത്തിക്കായിട്ടുള്ള പ്രയത്നങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ ജോലി ചെയ്യുക, പൈസ സമ്പാദിക്കുക, അങ്ങനെയൊക്കെ. അപ്പൊ കാമപൂർത്തീകരണം. കാമം എന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം, കാമ എന്ന് സംസ്കൃതത്തിൽ പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പൊതുവെ പറയുന്ന ആ ഒരു അർത്ഥം മാത്രമല്ല, ഏതിനോടുള്ള ആസക്തി നമ്മൾ കാമ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത്, ഏതാഗ്രഹത്തെയും. പിന്നെ അത് കഴിയുമ്പോഴത്തെ ധർമ്മം. ധർമ്മം കഴിഞ്ഞിട്ട് അടുത്ത് വരുന്നത് അർത്ഥം, സമ്പാദ്യം. അർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? ധനം എന്നാണ് അർത്ഥം. അർത്ഥത്തിന് ധനം, സമ്പാദ്യം എന്നൊക്കെ അർത്ഥമുണ്ട് സംസ്കൃതത്തിൽ. അപ്പൊ ധർമ്മം, അർത്ഥം, പിന്നെ കാമം അല്ലെ. നമ്മൾ ധാർമ്മികമായിട്ടുള്ള രീതിയിൽ കൂടെ പ്രവർത്തികൾ ചെയ്ത് നമ്മുടെ അർത്ഥങ്ങൾ സമ്പാദിച്ച്, അതായത് ധനം സമ്പാദിച്ച് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് അവസാനം മോക്ഷം എന്ന് പറയുന്നത്. ഇതാണ് വേദങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു രീതി ജീവിതത്തിന്. അല്ല നമ്മൾ എന്തും ചെയ്ത് എവിടെയും പോയിട്ട് നമ്മൾ പൈസ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ആരെയും പറ്റിച്ച് പൈസ ഉണ്ടാക്കുക, എന്നിട്ട് എന്തും ചെയ്ത് നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തിയാക്കുക, അങ്ങനെയല്ല. ശാസ്ത്രവിധി പ്രകാരമുള്ള ജീവിത രീതിയിൽ കൂടെ നമ്മൾ ധനം സമ്പാദിച്ച് ശാസ്ത്രങ്ങൾ അനുശാസിക്കുന്ന തരത്തിലുള്ള ആഗ്രഹങ്ങൾ മാത്രം പൂർത്തീകരിച്ച് മോക്ഷം എന്നുള്ള മാർഗത്തിലേക്ക് തിരിച്ചു പോവുക എന്നുള്ളതാണ്. പക്ഷേ ശ്രീല പ്രഭുപാദ് ഇവിടെ അടുത്ത് കോട്ട് ചെയ്ത് പറയുന്നുണ്ട്, ശ്രീമദ് ഭാഗവതത്തിലെ ശ്ലോകമാണ്, ഈ ധർമാർത്ഥ കാമ മോക്ഷം ഇതുവഴി പ്രോസസ്സിൽ കൂടെ തന്നെ പോകണമെന്നില്ല. ഏതൊരു വ്യക്തിയും ശ്രീ ഹരിയുടെ, കൃഷ്ണന്റെ, പരമപുരുഷനായിട്ട് ഭഗവാന്റെ പാദസേവനം കൃത്യമായിട്ട് ആചാര്യന്മാരുടെയും സമ്പ്രദായത്തിന്റെ എന്താ പറയാ ഗൈഡൻസിൽ
ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് സ്വാഭാവികമായിട്ടും ഈ ധർമാർത്ഥ കാമമോക്ഷങ്ങളൊക്കെ വന്നു ചേരും ജീവിതത്തില്. ഉദാഹരണത്തിന് ഒരു ഭക്തൻ അല്ലെ, ഒരു ഭക്തനായി ഭക്തന്മാരുടെ കൂടെ സംഘത്തിൽ ഏർപ്പെട്ടു, അദ്ദേഹം നാമം ജപിച്ചു. കുറച്ച് കഴിയുമ്പോൾ അദ്ദേഹം പതുക്കെ പതുക്കെ ഈ സംഘത്തിരിക്കുന്നതുകൊണ്ട് തന്നെ, സത്സംഗത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അദ്ദേഹം എന്താണ് പതുക്കെ പതുക്കെ ജ്ഞാനങ്ങളൊക്കെ അത് കൈവരും. വേദാധ്യയനം ചെയ്യാൻ പോവാതെ തന്നെ ഭക്തന്മാരുടെ സംഘം അദ്ദേഹം പുസ്തകം വായിക്കാതെ ഒക്കെ തന്നെ അദ്ദേഹം സ്വയം ഈ എന്താ പറയാ വേദശാസ്ത്രങ്ങളുടെ ആ രഹസ്യങ്ങള് സത്സംഗത്തിൽ ഭക്തന്മാർ എന്താ എപ്പോഴും ചർച്ച ചെയ്യുക? ഭഗവാനെയും ഭഗവാന്റെ ശാസ്ത്രങ്ങളെയാണ് അല്ലെ. ഭഗവാനെ പറ്റി, ഭഗവാന്റെ ഗുണ ലീല നാമ മഹിമകളെ പറ്റി ചർച്ച ചെയ്യും. ഓരോ ഭക്തന്മാരുടെ ജീവിതത്തെ പറ്റി ചർച്ച ചെയ്യും അല്ലെ. ഭാഗവതം എന്ന് പറഞ്ഞാൽ ഭക്തന്മാരുടെ ജീവിതം തന്നെയാണല്ലോ. അപ്പൊ അതിനുള്ളിൽ തന്നെ വേദശാസ്ത്ര രഹസ്യങ്ങൾ അതിൽ തന്നെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ ജ്ഞാനങ്ങൾ വന്നു ചേരുകയും അദ്ദേഹം അതനുസരിച്ചിട്ട് പതുക്കെ പതുക്കെ അദ്ദേഹം ആ ധർമ്മത്തിലേക്ക് വരികയും ചെയ്തു അല്ലെ. നമുക്ക് അറിയാം, ഒരു ഡിവോട്ടി അദ്ദേഹം ധാർമ്മികമായ പ്രവൃത്തി മാത്രമേ ചെയ്യാൻ പറ്റൂ അദ്ദേഹം അല്ലെ. ഒരു ഇസ്കോൺ ഡിവോട്ടി, ഇസ്കോൺ വന്ന് കുറച്ച് കഴിഞ്ഞ് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ഒരിക്കലും വേറൊരു അധാർമികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. നമുക്ക് നമ്മുടെ കൈയും കാലും കെട്ടിവെക്കുമ്പോൾ നമുക്ക് തോന്നും അല്ലെ. അത് എല്ലാവർക്കും അനുഭവം ഉണ്ടായിരിക്കും. നമ്മൾ ചെയ്യണം വിചാരിച്ചപ്പോൾ നമുക്ക് ചെയ്യാൻ തോന്നില്ല. എന്തുകൊണ്ടാണ്? ഭക്തന്മാരുടെ സംഘത്തിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പരമപുരുഷനായിട്ട് ഭഗവാനോടുള്ള ഒരു സംഘത്തിൽ നമ്മൾ ഏർപ്പെടുകയാണ്. അപ്പം ഇത്രയും പരിശുദ്ധനായിട്ടുള്ള പുണ്ഡരീകാക്ഷനായിട്ടുള്ള ആ ഒരു ഭഗവാന്റെ സംഘത്തിൽ വരുമ്പോൾ നമ്മളും ഓട്ടോമാറ്റിക്കലി പരിശുദ്ധരായിട്ട് മാറും. നമുക്ക് പിന്നെ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഭക്തന്മാരെന്ത് ചെയ്യും? അപ്പൊ ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങൾ അർത്ഥം സമ്പാദിക്കാൻ പറ്റുള്ളൂ അല്ലേ. നമുക്ക് അധാർമികമായിട്ട് സമ്പാദിക്കാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടാവില്ല. കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ആഗ്രഹങ്ങൾ ആഗ്രഹം എങ്ങനെയായിരിക്കും? നമ്മുടെ ആഗ്രഹങ്ങളും ശുദ്ധീകരിക്കപ്പെടും അല്ലെ. ഈ ഭഗവത് ഭക്തന്മാരുടെ സംഘത്തിലിടുന്ന അല്ലെ, ഭക്തന്മാരുടെ സംഘത്തിലിടുന്ന ഭഗവാനുമായിട്ട് കണക്ട് ആകുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആ ഒരു ഭഗവാൻ സർവമംഗള ഗുണങ്ങളുള്ള ഈശ്വരൻ ആളാണ്, വ്യക്തിയാണ് ഭഗവാൻ. അപ്പൊ ആ ഭഗവാന്റെ എങ്ങനെയാണ് നമ്മളൊരു ലോഹകഷ്ണം അഗ്നിയോട് കൂടി ചേരുമ്പോൾ അഗ്നിയുടെ സ്വഭാവം കൈവരുന്നത്, അതുപോലെ ഈ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട പരിശുദ്ധ ഭക്തന്മാരുടെ കൂടെ നമ്മൾ സംഘത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളും ആ ഭക്തന്മാരുടെ ഗുണം, ആ ഭക്തന്മാരുടെ ഗുണം എന്താണ്? അത് ആ ഈശ്വരൻ കൃഷ്ണന്റെ തന്നെ ഗുണങ്ങൾ തന്നെയാണ് അവർ കിട്ടുന്നത്. അപ്പൊ ആ ഗുണങ്ങളിൽ നമ്മളും സ്വാഭാവികമായിട്ട് നമ്മളിലും ആ ഗുണങ്ങൾ വന്നു ചേരും. അപ്പൊ നമ്മള് ഒരു ഭക്തൻ ജീവിതത്തിൽ ധാർമ്മികനായിരിക്കും, അവന്റെ ധാർമ്മിക പ്രവർത്തനത്തിൽ അർത്ഥം സമ്പാദിക്കും. അത് കഴിയുമ്പോൾ അവന്റെ ആഗ്രഹ പൂർത്തീകരണങ്ങളും പരിശുദ്ധമായിട്ടുള്ള ആഗ്രഹങ്ങളായിരിക്കും ഒരു ഭക്തൻ, നമുക്കറിയാതെ. അല്ലാതെ മറ്റുള്ള ആൾക്കാരെ പോലുള്ള ആഗ്രഹങ്ങളും ഇവന്റെ ആഗ്രഹങ്ങൾ പതുക്കെ മാറും, ആഗ്രഹങ്ങൾ ചേഞ്ച് ആവും. അത് നമ്മൾ ഒരുപാട് വർഷങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. പിന്നെ അവസാനം എന്താണ്? ഈ ജീവിതം ഉപേക്ഷിക്കുമ്പോൾ സമയത്ത് നമ്മൾ സാക്ഷാൽ ഭഗവാന്റെ അടുത്ത് തന്നെ തിരിച്ചു പോകുന്ന ഒരു സാഹചര്യം നമുക്കുണ്ട്. അപ്പൊ അതാണ് ഇവിടെ ശ്രീമദ് ഭാഗവത്തിൽ പറയുന്നത്, ധർമാർത്ഥ കാമമോക്ഷാഖ്യാം യൈച്ഛേ ശ്രീയാത്മന ഏഹം ഏവ ഹരേ തത്രഹ കാരണം പാദസേവനം. ഹരിയുടെ പാദസേവനം കൊണ്ട് മാത്രം ഈ ചതുർവിധ പുരുഷാർത്ഥങ്ങളും സിദ്ധിക്കപ്പെടും എന്നാണ് ശ്രീമദ് ഭാഗവതം പറയുന്നത്. അതിനുവേണ്ടി പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യണ്ട. നമ്മൾ പറയില്ലേ, വാഴ നനയുമ്പോൾ ചീരയും കൂടെ നനഞ്ഞോളൂ അതിന്റെ കൂടെ, നമ്മൾ ചീരയ്ക്ക് പ്രത്യേകം വെള്ളമൊഴിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയും പോലെയാണ്. മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം ഭഗവാന്റെയാണ്. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ അവന് അതുണ്ട് ഇതുണ്ട് എനിക്കും അത് വേണം, അവന് മറ്റേ എന്താണ് BMW കാറുണ്ട് അയൽവക്കക്കാരന്, എനിക്കും അത് വേണം, അതല്ല. നമുക്കൊരു മാറി കിട്ടേണ്ടത് ഭഗവാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് നമുക്ക് കിട്ടാൻ യോഗ്യതയുള്ളത്. അത് വെച്ചിട്ട് എന്ത് ചെയ്യും? ഭഗവാൻ എനിക്ക് തന്നല്ലോ എന്ന് സന്തോഷിച്ച് സമാധാനമായിട്ട്, അല്ലെങ്കിൽ എനിക്കൊരു ഹുവാവി ഫോണുണ്ട് അത് മതി, അല്ലാതെ എനിക്ക് ഭഗവാൻ തരണമെങ്കിൽ തരും, എന്റെ കർമ്മം അനുസരിച്ച് എനിക്ക് ആപ്പിൾ കിട്ടാനുള്ള യോഗമില്ല. അത് ആദ്യം കിട്ടുന്ന, നമ്മുടെ പ്രാക്ടിക്കലി ആപ്ലിക്കേണ്ട കാര്യം എന്താണ്? കിട്ടുന്ന കാര്യങ്ങൾ എന്താണോ അത് നമുക്ക് അതിൽ ആനന്ദിക്കുക. നമുക്ക് ജീവിതത്തിൽ കിട്ടുന്ന ചെറിയ ചെറിയ പോസിറ്റീവ് കാര്യങ്ങളെ പോലും നമ്മൾ ആഘോഷിക്കാൻ പഠിക്കാം. കിട്ടുന്ന പോസിറ്റീവ് കാര്യങ്ങൾ, അല്ലാതെ കിട്ടാത്തതിനെ പറ്റി ചിന്തിക്കുന്നതിനേക്കാളും കിട്ടിയ കാര്യങ്ങളിൽ നമ്മൾ ആനന്ദിക്കുക. അതാണ് പ്രഭുപാദ് ഇവിടെ. അല്ലെങ്കിൽ അല്ലാത്ത ആൾക്കാർ എന്താ പ്രഭുപാദ് പറയുന്നത് ഇവിടെ? ദുർബുദ്ധി, ദുര്യോധനൻ എന്നാണ് പറയുന്നത്. എന്താണ്? ഈശ്വരനെ അനുസരിക്കുക, അതാണ് ധർമ്മം. എന്താണ് ധർമ്മം? ധർമ്മം സാക്ഷാൽ ഭഗവത് പ്രണീതം. ഭഗവാൻ എന്ത് പറഞ്ഞു അതാണ് ധർമ്മം, അതിന് വിരുദ്ധമായിട്ടുള്ള അധർമ്മം. സിമ്പിൾ. വേറെ നമ്മൾ ഒന്നും പഠിക്കാൻ പോകേണ്ട ആവശ്യമില്ല. ഗീത മനസ്സിലാക്കുക, ഭക്തങ്ങളുടെ സംഘത്തിലിരിക്കുക, അപ്പൊ മനസ്സിലാവും എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചെയ്യാൻ പാടില്ലാത്തതെന്ന് നമുക്ക് മനസ്സിലാവും. കൃഷ്ണൻ പറഞ്ഞു ഭോക്താരം യജ്ഞതപസാം സർവലോക മഹേശ്വരം. ഇതറിയാത്തവരെയാണ് എന്താ പറയണത്? എല്ലാ യജ്ഞങ്ങളുടെയും ഭോക്താവും സർവ്വലോകത്തിന്റെയും ഈശ്വരൻ എല്ലാം ആരാണ്?
സാക്ഷാൽ ഭഗവാനാണ്, കൃഷ്ണനാണെന്ന് മനസ്സിലാക്കി. ഇത് മനസ്സിലാക്കാത്തവനെ എന്താ പറയണ? ദുർബുദ്ധി, മൂഢൻ, വിഡ്ഢി എന്ന് പറയും അല്ലെ? ഈ ഒരു എന്താ കഴുതയെ പോലെയാണ്. കഴുതകള് ദിവസം മുഴുവനും വെളുപ്പ് പാണ്ടം ചമന്ന് നടക്കും വസ്ത്രങ്ങൾ അല്ലേ? പക്ഷെ ഇതെന്തെങ്കിലും ഇവന്റെതാണോ? ഇവന്റെ ഒന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ ഇവന്റെ യജമാന്റെയാണ് അല്ലെ? ഒരു കെട്ട് പുല്ലിനോ വൈക്കോലിനോ വേണ്ടിയിട്ട് ഇത് മൊത്തം ചമന്ന് നടക്കണം, എന്റെയാണ് വിചാരിച്ചിട്ട്. അങ്ങനെ വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ഒരു തമാശ, ഒരിക്കല് ഒരു കുതിരയുടെ പുറത്ത് ഒരു വിഗ്രഹം വെച്ചുകൊണ്ട് ഇങ്ങനെ പോവാണ്. അപ്പൊ കുതിര കഴുതിയോ സംതിങ്. അപ്പൊ അത് ഇങ്ങനെ വിചാരിക്കണം, എല്ലാവരും തൊഴുവാണ് അതിനെ. ഭയങ്കര പൂക്കൾ അർപ്പിക്കുന്നു, അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു, നമസ്കരിക്കുന്നു. ഈ ജീവി എന്താ വിചാരിക്കണത്? ഞാൻ ഇത്ര വലിയ ആളാണല്ലേ. അതിന് ആൾക്കാർ പോകുന്ന വഴിക്ക് തന്നെ ആഹാരം കൊടുക്കുന്നു, അതിന് ഇഷ്ടപ്പെട്ട ആഹാരം കൊടുക്കുന്നു, ഭയങ്കര സ്നേഹത്തിൽ പെരുമാറും. അപ്പൊ ഇത് വിചാരിക്കണം, കൊള്ളാമല്ലോ, എല്ലാവരും എന്നെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, ഇത്ര വലിയ ആളായില്ലേ ഒരു ദിവസം ഞാൻ എത്ര പെട്ടെന്ന് എന്ന് വിചാരിക്കും. പക്ഷേ എന്താ സംഭവിക്കുന്നത്? ഇതിൽ ഇറക്കി വെച്ച ശേഷം എന്ത് ചെയ്ത് പിന്നെയും ഇവന് പിറ്റേ അടുത്ത ദിവസം വന്നിട്ട് ഇവൻ ഇതുപോലെ കാണിക്കുന്നത്, അധികാരം കാണിക്കാൻ തുടങ്ങി. കടകളിൽ നിന്നൊക്കെ ആരും കൊടുക്കുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നവരുമില്ല. ഇപ്പം കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി അവിടെ ചാടി, ആൾക്കാരെയൊക്കെ അവിടെ ചാടി ഓടി ബഹളം വെച്ച് അവിടുത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കഴിക്കാൻ. അപ്പൊ എന്ത് ചെയ്യും? ആൾക്കാർ വടി കൊണ്ട് അടിച്ച് ഓടിക്കുന്നു, ഓർഡറാ കഴുതെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ കഴുതയെ പോലെയാണ് നമ്മള് നമുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ആരെങ്കിലും റെസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കിട്ടുന്നത് അത് ഈശ്വരന്റെ കൃപ കൊണ്ട് മാത്രമാണ്. ഈശ്വരനെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴുതയെ പോലെ അവസ്ഥയാണ്. അപ്പം എപ്പോഴും മനസ്സിലാക്കേണ്ടത്, പരമപുരുഷനുള്ള ഭഗവാനോടുള്ള സംഘത്തിൽ നമ്മൾ ഭഗവാനായിട്ട് എപ്പോഴും കണക്ട് ആയിരിക്കുക. അതെങ്ങനെയാണ്? ഭഗവാനോട് നമുക്ക് കണക്ട് ആണെങ്കിൽ എന്താണ്? ഭഗവാന്റെ ഭക്തന്മാരോട് കണക്ട് ചെയ്യാം, സത്സംഗത്തിലിരിക്കാം. അപ്പൊ നമ്മൾ ഈ ദുര്യോധനനായിട്ടുള്ള അവസ്ഥ, ദുര്യോധനം ധൃതരാഷ്ട്രമായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് മാറി 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 നമ്മള് എന്താ പറയാ, ധർമ്മപുത്രന്മാരായിട്ട് മാറുന്നു അല്ലെ? എന്താ പറയാ, ദുര്യോധനൻ അല്ലെങ്കിൽ ധൃതരാഷ്ട്രം എന്നുള്ള പേര് മാറി നമ്മളെല്ലാവരും ധർമ്മപുത്രരും ഭഗവാന്റെ ഭക്തന്മാരെപ്പോലുള്ള മഹാഭക്തന്മാരുടെ ക്വാളിറ്റീസ് നമുക്ക് വന്നു ചേരും. ചില വിചാരിക്കും ഈ എങ്ങനെയും കുറച്ച് കാശ് ഉണ്ടാക്കണം, അത് വെച്ച് എൻജോയ് ചെയ്യണം. അങ്ങനെയല്ല. ഒരു വ്യക്തി ഇപ്പൊ ഒരു ഗീത ക്ലാസ്, സത്സംഗം, ഇതിൽ പങ്കെടുക്കാം. ഈ പങ്കെടുക്കുന്ന 1 മണിക്കൂർ നമുക്ക് വേറെ എന്തെങ്കിലും ജോലിക്ക് പോയി കഴിഞ്ഞാൽ ആ പൈസ സമ്പാദിക്കാമല്ലോ. ഇങ്ങനെ ചിന്തിക്കുന്നതും വിഡ്ഢികളാണെന്നാണ് പ്രഭുപാദ് പറയുന്നത്. നമ്മൾ ആവശ്യത്തിന് പൈസ സമ്പാദിക്കുകയും നമ്മളെല്ലാം ബാലൻസ് കൊണ്ടുപോകാൻ പഠിക്കണം. ഒരു സന്തുലിതാവസ്ഥ അല്ലെ? ഇത്ര സമയം നമ്മുടെ ആത്മീയതയ്ക്ക് വേണ്ടി, ഇത്ര സമയം ഭൗതികമായിട്ടുള്ള ജീവിതം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട്. അതിന്റെ അർത്ഥം നമ്മൾ ജീവിതത്തിലുള്ള മറ്റ് ഉത്തരവാദിത്തങ്ങൾ ഒളിച്ചോടുക എന്നുള്ളതല്ല. കൃഷ്ണൻ ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. നമ്മുടെ ബാലൻസ് നമ്മൾ പഠിക്കണം. അതായത് നമ്മുടെ ഭൗതികമായിട്ടുള്ള ജീവിതവും ആത്മജീവിതവും കൂടെ ഒരു സമാന്തര, നമ്മുടെ റെയിൽവേ ട്രാക്ക് പോലെ കണ്ടിട്ടില്ലേ? സമാന്തരമാണ് അല്ലെ? ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ പാളം തെറ്റും, ട്രെയിൻ വീഴും, താഴെ വീഴും, അപകടം സംഭവിക്കും, ആൾക്കാർ മരിക്കും. അപ്പോ ഒരു വ്യക്തിയും ഒരു റെയിൽവേ പാളം, ട്രാക്ക് പോലെ അവന്റെ ഭൗതിക ജീവിതവും ആത്മജീവിതവും ബാലൻസ് കൊണ്ടുപോകാൻ പഠിക്കണം. അതിനുള്ള പ്രാക്ടിക്കൽ ഐഡിയാസ് ഒക്കെ പ്രഭുപാദ് ബുക്കുകളിലും പറഞ്ഞിട്ടുണ്ട്. പ്രഭുപാദ് ശിഷ്യന്മാരുടെ ഗുരുക്കന്മാർ എല്ലാവരും പറഞ്ഞു തരുന്നുണ്ട് ദിവസവും. പക്ഷെ നമ്മൾ ഫോളോ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാം റെഡിമെയ്ഡ് ആയിട്ട് അവൈലബിൾ ആണ്, ക്യാപ്സൂൾ പോലെയാണ്, എടുത്ത് കഴിച്ചാൽ മാത്രമേ. നമ്മളായിട്ട് പ്രത്യേകിച്ച് വേദങ്ങളോ, ഇത് പണ്ട് കാലങ്ങളിൽ ഗുരുകുലങ്ങളിൽ പോയി വർഷങ്ങളോളം അവിടെ ഇരുന്ന് 25 വർഷം വയസ്സ് വരെ ഇരുന്ന് പഠിച്ച് കിട്ടേണ്ട ജ്ഞാനം, അറിവും എല്ലാം ഇപ്പൊ നമ്മുടെ ചില പ്രഭുപാദർ വഴി, ഇസ്കോൺ വഴി നമുക്ക് കിട്ടുന്നത്. എന്താണ് ഒരു ജീവാത്മാവിന്റെ ആത്യന്തികമായ ലക്ഷ്യം അല്ലെങ്കിൽ കടമ? എന്താണ്? ഋഷികേശ സേവനം ഭക്തരുച്ചതേ സർവോപാധി വിനിർമുക്തം തത്പരമലം അല്ലെ? എല്ലാ ഉപാധികളും മാറ്റിവെച്ച് ഭഗവാനെ പരിശുദ്ധ മനസ്സോടുകൂടി ഭഗവാന്റെ സേവനം ചെയ്യുക എന്നുള്ളതാണ്. എന്താണ് ഋഷിക എന്ന് പറഞ്ഞാൽ? ഇന്ദ്രിയങ്ങൾ. ഋഷികേശൻ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ. അപ്പൊ ഇന്ദ്രിയങ്ങളുടെ നാഥൻ ഭഗവാൻ, അങ്ങനെ പേരുണ്ട്, ഋഷികേശൻ. ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളുടെ നാഥൻ. അപ്പൊ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് സേവനം ചെയ്യേണ്ടത്. അത് ചെയ്യാത്തിടത്തോളം കാലം നമുക്ക് ഒരിക്കലും ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞ ദുര്യോധനെ പോലത്തെ ആൾക്കാർ വീണ്ടും വീണ്ടും ഇനിയും വേണം, മറ്റുള്ളവരുടെ വസ്തു എനിക്ക് വേണം, അങ്ങനെ ഉള്ള ആഗ്രഹത്തോടുകൂടി നടന്ന് ഇങ്ങനെ യുദ്ധം ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ദുര്യോധന എല്ലാത്തിനും വേണ്ടി അടിയുണ്ടാക്കി യുദ്ധം ചെയ്യുന്നത് എന്തിനാണ്? അനാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഈ ഒരു അത് കിട്ടേണ്ട സാധനം കിട്ടിയാലേ പറ്റൂ നമുക്ക് അല്ലെ? അത് കിട്ടിയേ പറ്റൂ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്തിട്ടും ഒരു കാര്യമില്ല. നമ്മളൊരു വെള്ളത്തിൽ കിടക്കുന്ന മീനിനെ പിടിച്ച് കരയിൽ വെച്ച് അതിന് ലക്ഷറി ലൈഫ്, എല്ലാ സുഖ സൗകര്യങ്ങളും കൊടുത്ത് എൻജോയ്മെന്റ് എല്ലാം കൊടുത്താലും അത് ജീവനോടുണ്ടാവും. അത് എത്രയും പെട്ടെന്ന് വെള്ളത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുള്ളൂ. വെള്ളത്തിൽ തിരിച്ചിട്ടാൽ മാത്രമേ അതിന്റെ സ്വാഭാവികമായിട്ടുള്ള ഒരു ശരിക്കുള്ള എൻജോയ്മെന്റ് അതിന് അപ്പോഴേ കിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടും കാലം ചത്തുപോകുന്നത്.
അതുപോലെയാണ് നമ്മളും. ഈ ജീവാത്മാവ് എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വഭാവം എന്താണ്? ആത്മീയ സ്വഭാവമുള്ളതാണ്, ഭൗതിക സ്വഭാവമുള്ളതല്ല. കാരണം പൂർണ്ണമായ ആത്മീയനായിട്ടുള്ള ഭഗവാൻ അല്ലെ, അതീന്ദ്രിയനായിട്ടുള്ള ഭഗവാൻ, ആ ഭഗവാന്റെ അംശം ആയത് കാരണം തന്നെ ഈ ഓരോ ജീവാത്മാക്കൾക്കും സ്വാഭാവികത എന്താണ്? ആധ്യാത്മികതയാണ്, അതീന്ദ്രിയതയാണ്. അപ്പൊ ആ ഭഗവാനായിട്ടുള്ള കണക്ഷൻ കിട്ടിയാൽ മാത്രമേ തൃപ്തനാവുള്ളൂ. ആ പരമപുരുഷ ഭഗവാൻ കണക്ഷൻ കിട്ടാത്തത്തോളം കാലം നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനെ വീണ്ടും ഇനി എന്തോ കിട്ടാണ്, ഇനി എന്തോ കിട്ടാണ്, ഇനി എന്തോ വരാനുണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം മൊത്തം അവസാനിക്കും. വേറെ ശ്രീമദ് ഭഗവത് ശ്ലോകത്തിൽ പറയുന്നത് തസ്യൈവ ഹേതോ പ്രേതേത കോവിദോ ന ലഭ്യതേ യത് ഭ്രമദാം ഉപേര്യതാം തല്ലഭ്യതേ ദുഃഖവത് അന്യത സുഖം കാലേന സർവത്ര ഗംഭീരരംഹസാം തസ്യൈവ ഹേതോ പ്രേതേത കോവിദോ ന ലഭ്യതേ യത് ഭ്രമദാം ഉപേര്യതാം തല്ലഭ്യതേ ദുഃഖവതന്യത സുഖം കാലേന സർവത്ര ഗംഭീരരംഹസ. എന്താണ് നമ്മൾ എപ്പോഴും വിചാരിക്കുക? എന്താണ് പണ്ഡിതന്മാര് വിചാരിക്കുന്നല്ല, പണ്ഡിതന്മാർ അളത്ത് എന്താ ചെയ്യണത്? നമ്മള് ഈ ഉപരി ലോകങ്ങളും അധോ ലോകങ്ങളും മുകളിലും താഴെയും ഇങ്ങനെ ജന്മം എടുത്ത് സഞ്ചരിച്ച് എന്തോ സുഖം കിട്ടും എന്ന് പറഞ്ഞ് നടക്കുകയാണ് നമ്മൾ. പക്ഷെ അതൊന്നും അല്ല, അതുകൊണ്ടൊന്നും അല്ല. പണ്ഡിതന്മാർ എന്താ ചിന്തിക്കുന്നത്? തല്ലഭേ ദുഃഖവത് അന്യതാ സുഖം കാലേന സർവത്ര ഗംഭീരരംഹസ. അതായത് നമുക്ക് എങ്ങനെയാണോ ദുഃഖങ്ങൾ ഒന്ന് ചേരുന്നത് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അതേപോലെ തന്നെ സുഖം നമുക്ക് ആ സമയമാകുമ്പോൾ അല്ലെ, കാലം പാകമാകുമ്പോൾ നമ്മളിലേക്ക് വന്നു ചേരും. അതായത് നമ്മൾ ഇതിനുവേണ്ടി പ്രത്യേകിച്ച് നമ്മൾ എഫേർട്ട് ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അതിന് പുറകെ നടന്ന് ഈ യോഗ പ്രക്രിയകളും ചെയ്ത് അതും ചെയ്ത് അപ്പം നമ്മൾ പ്രഭുപാദ് പറയുന്നുണ്ട്, നമ്മൾ പലതരത്തിലുള്ള ചിലപ്പോൾ നമ്മൾ ഈ എഫേർട്ട് നല്ലോണം വിട്ട് പല ഈ വേദങ്ങളിൽ പറയുന്ന കർമ്മങ്ങൾ അനുഷ്ഠിച്ച് നമുക്ക് ഉപരിലോകങ്ങളിലേക്ക് പോവാം. ചിലപ്പോൾ ഇന്ദ്രനാവാം, ചന്ദ്രനാവാം, വരണനാവും. ഇതൊക്കെ ഓരോ പോസ്റ്റുകളാണ്, ഓരോ പദവികളാണ്. ഇവൻ ബ്രഹ്മാവ് പോലും ആവാൻ പറ്റും നമുക്ക്. പക്ഷെ അതുകൊണ്ടൊന്നും ഒരു പൂർണ്ണതയാവില്ല. നമ്മൾ ഭഗവാന്റെ ശ്രമിച്ചത് ഭഗവത് ധാമത്തിൽ പോയാൽ മാത്രമേ നമ്മുടെ ഒരു പൂർണ്ണത ലഭ്യമാവുള്ളൂ എന്ന് പറയുന്നു. അതായത് നമ്മൾ സുഖം അന്വേഷിച്ച് നടക്കേണ്ട കാര്യമില്ല. ഈ ഭൗതികലോകം ദുഃഖാലയം അശാശ്വതമാണെന്ന് ഭഗവാൻ തന്നെ പറയുന്നു. ഇവിടെ എന്തൊക്കെ കിട്ടുന്നോ അതുകൊണ്ട് നമ്മൾ തൃപ്തനായിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. കൃഷ്ണന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ലക്ഷ്യം എന്താണ്? എയിം എന്താണ്? കൃഷ്ണനെ ശരണം പ്രാപിക്കുക. പക്ഷെ നമാം ദുഷ്കൃതനോ മൂഢ പ്രപതി നരാധമ മായ അപഹൃത ജ്ഞാന ആസുരം ഭവമാശ്രിത. പിന്നെയും പ്രഭുപാദ് പറയണ്ടേ, കൃഷ്ണൻ ആർക്കാണ് ശരണം പ്രാപിക്കുക? ദുര്യോധനെ പോലുള്ള ആൾക്കാർ തന്നെയാണ് അല്ലെ. നമാം ദുഷ്കൃതനോ, ദുഷ്കൃതിയായിട്ടുള്ള ആൾക്കാർ അല്ലെ, ദുഷ്ടന്മാര്, ദുഷ്പ്രവൃത്തി ചെയ്യുന്ന മൂഢന്മാര്, നരാധവന്മാര്. അതായത് മനുഷ്യനെന്ന് പറയാൻ പറ്റുന്ന തരത്തിലില്ലാത്ത പ്രവൃത്തികൾ ചെയ്യുന്നവനാണ് നരാധമൻ. നമുക്കറിയാലോ, മാനുഷികമായിട്ടുള്ള പ്രവൃത്തികൾ, മനുഷ്യത്വത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവൃത്തികൾ നമുക്ക് തന്നെ അറിയാം. അപ്പൊ ഈ മനുഷ്യത്വം ഇല്ലാത്ത പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാര്, പിന്നെ ഈ ജ്ഞാനം, അതായത് ജ്ഞാനം മറയ്ക്കപ്പെട്ട ആൾക്കാര്, ശരിയായിട്ടുള്ള ജ്ഞാനം മറയ്ക്കപ്പെട്ട് അജ്ഞാനത്തിരിക്കുന്ന ആൾക്കാർ, അസുരന്മാരെപ്പോലുള്ള പ്രവൃത്തി, രണ്ടും ഒന്നിനെ അസുര പ്രവൃത്തികൾ ചെയ്യുന്ന ആൾക്കാരും ദുഷ്കൃതികളൊക്കെ ഏകദേശം കണക്കിന് വലിയ വ്യത്യാസമൊന്നും. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഭഗവാനെ ഒരിക്കലും ശരണം പ്രാപിക്കാത്തത്. അങ്ങനെ ശരണം പ്രാപിക്കാത്തവരും കാലം ഇവര് മൂഢന്മാരായിട്ട് തന്നെ അങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കും. മാനുഷ്യ ജന്മ പായ രാധാകൃഷ്ണ ഭജിയ ജനീയ ശുനീയ ബിഷഖൈനു. നരോത്തമദാസ് താക്കൂർ നമ്മുടെ പരമ്പരയിലെ ആചാര്യനാണ്. മനുഷ്യ ജന്മപ്പായ രാധാകൃഷ്ണ ഭജിയ ജനീയ ശുനീയ ബിഷ ഖൈനു. മനുഷ്യജന്മം കിട്ടിയിട്ടും രാധാകൃഷ്ണ എന്നുള്ള ആ ഒരു അമൃത് ഭുജിക്കാതെ അല്ലെ, രാധാകൃഷ്ണ നാമം, ഹരേകൃഷ്ണ മഹാമന്ത്രം, ഭഗവാന്റെ ആ ഒരു ഉപദേശങ്ങള്, നിർദ്ദേശങ്ങള്, ഇതൊന്നും പാലിക്കാതെ മനുഷ്യന്മ എത്ര ദുർലഭമാണ് മനുഷ്യന്മം കിട്ടാൻ അല്ലേ. എന്നിട്ട് എന്താണ്? ആ അമൃതത്തെ സേവിക്കാതെ നമ്മൾ എന്ത് ചെയ്യാണ്? ജനീയ ശൂന്യ, ജീവിതത്തിന് വേസ്റ്റ് ആയിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണത്? വിഷം തേടി നടക്കണം നമ്മൾ അല്ലെ. വിഷം കഴിക്കുകയാണെന്നാണ് നരോത്തമ താക്കൂർ പറയുന്നത്. മനുഷ്യ ജന്മപ്പായ രാധാകൃഷ്ണ ഭാജിയ ജനീയ ശൂന്യ ബിഷഖായൻ. അപ്പൊ നമ്മളിൽ അമൃത് കിട്ടിയിട്ടുണ്ട്, അമൃത് നമ്മൾ കഴിക്കുന്നില്ല, അതാ പ്രശ്നം. ഈ അമൃത് കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ മനസ്സിലാക്കി അത് കഴിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ഈ വിഷം കഴിക്കുന്നത് നിർത്താം നമുക്ക് അല്ലെ. ഈ ഭൗതികപരമായിട്ടുള്ള എല്ലാ സുഖങ്ങളും ശരിക്കും പറഞ്ഞ വിഷയങ്ങൾ തന്നെയാണ്. നമ്മളിവിടെ തളച്ചിടുന്ന വിഷയങ്ങൾ, നമ്മുടെ ഭൗതികമായിട്ടുള്ള ഈ സുഖ സൗകര്യങ്ങളും കാണുന്ന ഈ മോഡികളും എല്ലാം തന്നെ ഒരു കണക്കിന് വിഷങ്ങളാണ്. എന്ത് തരം വിഷമാണ്? എന്തിനെ കൊല്ലുന്ന വിഷമാണത്? നമ്മുടെ ആത്മീയതയെ കൊല്ലുന്ന വിഷങ്ങളാണ് അല്ലെ. ആത്മീയതയെ ഹനിക്കുന്ന വിഷങ്ങളാണ്. അപ്പൊ ആ വിഷത്തിനെതിരായിട്ട് എന്താണ് ഒരു മരുന്ന്? എല്ലാം നമ്മൾ പഠിക്കും.
ഓരോ വിഷങ്ങൾക്കും ഓരോ തരത്തിലുള്ള പ്രത്യേക കെമിക്കൽ വിഷങ്ങൾക്കും അതിന്റെ ആന്റിഡോട്ട് ഉണ്ട്, അല്ലെ, പ്രതിവിധി ഉണ്ട്. അതുപോലെ ഈ ഭൗതികതയാകുന്ന ഈ വിഷത്തിന്റെ ആന്റിഡോട്ട് എന്താണ്, പ്രതിവിധി എന്താണ്? രാധാകൃഷ്ണ നാമമായിട്ടുള്ള അമൃതാണ്. ആ അമൃത് ആരൊക്കെ സ്വീകരിക്കുന്നു അയാള് ശരിക്കും ഭഗവാനെ മനസ്സിലാക്കും. അയാളുടെ ഈ ദുര്യോധനൻ എന്നുള്ള മാറി സുയോധനായിട്ട് മാറും നമ്മളെല്ലാവരും. പിന്നെ പ്രഭുപാദ് പറയുന്നുണ്ട് ഗുഡാകേശ എന്നിവിടെ അർജുനനെ പറയുന്നത് അടുത്ത ശ്ലോകത്തില്. എന്താണ് ഗുഡാകേശൻ എന്ന് പറയുന്നത്? എന്താണ്? ഗുഡാകം എന്ന് പറഞ്ഞാൽ ഉറക്കം, അല്ലെ? ഉറക്കം എന്ന് പറയുന്നത് മയക്കം. ഉറക്കം എന്ന് വെച്ചാൽ നമ്മളതിന് ഉറക്കത്തിന് നമ്മൾ അജ്ഞതയായിട്ടും പറയാറുണ്ട്. ഞാൻ അജ്ഞതയായിട്ട് അന്ധകാരത്തിലിരിക്കുന്ന അവസ്ഥ. അല്ല, ഉറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവോ? ഒന്നും ചുറ്റോടൊന്നും നമ്മൾ അറിയില്ല. അതാണ് ഉറക്കം എന്നുള്ളത് അജ്ഞതയ്ക്ക് സമാനം എന്ന് പറയുന്നത്. അപ്പം ചില ആൾക്കാർ നമ്മൾ പറയും അവൻ ഉറങ്ങുകയല്ല, ഉറങ്ങുന്നവരെ നമുക്ക് ഉണർത്താൻ, ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ലെന്ന് പറയില്ല. അത് ഈ അജ്ഞതയാണ്, അജ്ഞതയെ പറ്റി പറയാനാണ്. അപ്പം അജ്ഞാനികളായിട്ടുള്ള ആൾക്കാര് നമ്മൾ ഇത്രനേരം പറഞ്ഞു തന്നെയാണ്. കൃഷ്ണൻ ഇവിടെ അർജുനൻ ഗുഡാകേശൻ എന്ന് പറയാൻ കാരണം ഭഗവാനുമായിട്ടുള്ള ആ ഒരു സത്സംഗത്തില്, നേരിട്ടുള്ള സത്സംഗത്തിൽ ഏർപ്പെട്ടുകൊണ്ട് ഭഗവാന്റെ ഭക്തനായതുകൊണ്ടും ഗുഡാകേശനാണ്. എന്തുകൊണ്ടാണ്? അദ്ദേഹം നിദ്രയെ, ഗുഡാകേശൻ അർത്ഥം എന്ന് പറഞ്ഞാല് നിദ്രയെ ജയിച്ചവൻ, ഉറക്കത്തെ ജയിച്ചവൻ. നമ്മളൊക്കെ ആണെങ്കിലോ, നമ്മളെയാണ് നിദ്ര ജയിച്ചിരിക്കുന്നത്, അല്ലെ? നമ്മുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചാണ് നിദ്ര. എത്ര ഉറങ്ങിയാൽ നമുക്ക് മതിയാവില്ല. പക്ഷെ അർജുനനെ പോലുള്ള ഒരു ഭക്തൻ ഉറക്കത്തെ ജയിച്ചവരാണ്. ചില പ്രഭുപാദര് 2-3 മണിക്കൂറാണ് അദ്ദേഹം ആ പ്രായത്തിൽ ഉറങ്ങിക്കൊണ്ട്, ബാക്കി സമയത്തൊക്കെ അദ്ദേഹം ജപിക്കാനും എഴുതാനും മറ്റു കാര്യങ്ങൾക്കാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. എന്തുകൊണ്ട്? അദ്ദേഹം ഒരു തരത്തിൽ ഗുഡാകേശനാണ്, അല്ലെ? ശരിക്കും പരിശുദ്ധ ഭക്തന്മാര് ഈ ഭൗതികമായിട്ടുള്ള ഈ സുഖം, അല്ലെ, ഭൗതിക സുഖത്തിൽപ്പെട്ട ഒരു നല്ലൊരു സുഖമാണ് ഈ ഉറക്കം എന്ന് പറയുന്നത്, നിദ്ര. അതിനെ അതിജീവിക്കുന്നതിൽ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ശരിക്കും പറഞ്ഞു, അല്ലെ? നമ്മളെ മംഗളാരതിക്ക് എണീക്കുക, ജപിക്കുക. ഈ ഗുഡാകേശനായ ആൾക്കാർക്ക് മാത്രമേ പറ്റുള്ളൂ. നമ്മൾ നിദ്ര അതിജീവിക്കണം. രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ഒരു പ്രശ്നമാണല്ലേ, ആദ്യം അലാറം സ്നൂസ് ചെയ്ത് അങ്ങനെ പോവും. ചിലപ്പം ഈ 4 മണിക്ക് അലാറം സ്നൂസ് ചെയ്ത് ചിലപ്പം 7-8 മണി വരെയൊക്കെ പോവും. അങ്ങനത്തെ അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഗുഡാകേശന്മാർക്ക് അലാറവും സ്നൂസിംഗ് ഒന്നും ഇല്ല. അവരങ്ങനെ ഈ സമയത്തിന് എഴുന്നേക്കും. ആ നിദ്ര നമ്മളോട്ടുള്ള യുദ്ധമാണ് ആ സമയത്ത്. 4 മണിക്ക് അലാറം വെക്കുമ്പോഴൊക്കെ നമ്മളും ഈ നിദ്രയുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അർജുനെ പോലെ വ്യക്തി എന്ത് ചെയ്തു? എന്താണ് ഈ ഗുഡാകം എന്ന് പറയുന്ന നിദ്രയെ അതിജീവിച്ച ആളാണ്. ചില പ്രഭുപാദ് പറയുന്നത് ഭഗവാനായിട്ടുള്ള ഒരു നിരന്തരമായിട്ടുള്ള സത്സംഗം മൂലം അദ്ദേഹം ഈ നിദ്രയെ അതിജീവിച്ചു. അജ്ഞാനമായിട്ടുള്ള എന്താ അജ്ഞാനത്തെയും അതിജീവിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഭഗവാന്റെ ത്രിമുഖത്ത് നിന്ന് ഇത്രയും വലിയൊരു ജ്ഞാനം ലഭിക്കാൻ സാധ്യത ഉണ്ടായത് തന്നെ, ഒരു സാഹചര്യം ലഭിച്ചത്. പിന്നെ പ്രഭുപാദ് പറയുന്നുണ്ട് രൂപം, ഗുണങ്ങൾ, ലീലകൾ എന്നിവയെ പറ്റി ചിന്തിക്കാതിരിക്കുക. ഒരു ഭക്തനെ സംബന്ധിച്ചുള്ള അവന്റെ ജീവിതത്തിൽ ഒരിക്കലും ഭഗവാനെ മറന്നൊരു ജീവിതം ഇല്ല അവന്, അല്ലെ? ഭഗവാൻ എപ്പോഴും നമ്മൾ എന്ത് കണ്ടാലും നമ്മുടെ ഭക്തന്മാരെ ഡിവോഴ്സിനെ അറിയാം. അവർ എന്ത് ചെയ്താലും എപ്പോ ചെയ്താലും കൃഷ്ണൻ എന്നൊരു മാറി, കൃഷ്ണൻ എന്ന് എന്താ പറയാ മാറ്റി നിർത്തിയൊരു വിഷയം ഇല്ല. സ്വാഭാവികമായിട്ട് നമ്മളൊരു കടയിൽ പച്ചക്കറി മേടിക്കാൻ പോലെന്നാണ്, അത് ഭഗവാന് കൊടുക്കാനുള്ളതാണ് പച്ചക്കറി, അല്ലെ? നമ്മളങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമ്മുടെ എല്ലാ ജീവിതത്തിലെ എല്ലാ ആക്ടിവിറ്റീസും ഭഗവാനായിട്ട് സെൻറ്ററാണ്. ഭഗവാനെ കേന്ദ്രീകരിച്ചാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ. അപ്പൊ നമ്മളും ഒരു കാലത്ത് ഈ പ്രാക്ടീസ് കൊണ്ട് നമ്മളും ഗുഡാകേശന്മാരായിട്ട് മാറും എന്നാണ് പ്രഭു പറയുന്നത്. ഈ നിരന്തരമായ സത്സംഗം, ഭക്തന്മാരുമായിട്ടുള്ള പരിശുദ്ധ ഭക്തന്മാരുടെ സത്സംഗം, അതിലൂടെ നമ്മുടെ യഥാർത്ഥ സ്രോതസ്സായിട്ടുള്ള ആ ഒരു എല്ലാ ജീവാത്മാകളുടെയും സ്രോതസ്സായിട്ടുള്ള ഈ പരമപുരുഷനായിട്ടുള്ള ഭഗവാനോടുള്ള കണക്ഷൻ, ആ ഒരു ബന്ധം, എന്താ പറയുക, റീകണക്ഷൻ കിട്ടുമ്പോൾ നെറ്റ്വർക്കിലോട്ട് കറക്റ്റ് കണക്ട് ആകുമ്പോൾ നമ്മളും ശരിക്കുള്ള ആത്മീയമായിട്ടുള്ള ആനന്ദം എന്താണ് നമ്മളും അനുഭവിക്കും. കാരണം ഭഗവാൻ ആനന്ദമയോഭ്യാസ, ഭഗവാൻ ആനന്ദ സ്വരൂപനാണ്, അല്ലെ? രാമേനോ പതേനാസഹ യോഗിനോ രമന്തേ സത്യാനന്ദ ചിതാത്മനി. രാമ എന്ന് പറഞ്ഞ എന്താണ്? യോഗികൾ നിരന്തരം ഹൃദയത്തിൽ അനുഭവിക്കുന്ന ആനന്ദത്തിന്റെ സ്രോതസ്സായിട്ടുള്ള വ്യക്തിത്വമാണ് രാമ ശബ്ദത്തിന്റെ അർത്ഥതാണ് രമന്തേ യോഗിനാനന്ദോ സത്യാനന്ദ ചിതാത്മനി രാമേന പതേനാസോ. ഈ രാമനാമം എന്ന് പറയുന്നത് എന്താണ്? രാമൻ എന്ന് പറയുന്നത് എന്താ പറയാ അതീന്ദ്രിയമായ ആനന്ദത്തിന്റെ ഉറവിടമാണ്. അപ്പൊ നമ്മളും ആ ഒരു കണക്ഷൻ, അല്ല, ആ ഒരു കറക്റ്റ് സ്രോതസ്സുമായിട്ട് നെറ്റ്വർക്കായിട്ട് കണക്ട് ആവുമ്പോൾ നമ്മൾക്കും ആ ഒരു ഗുണങ്ങളൊക്കെ അനുഭവിച്ച് നമ്മളും ഈ ഒരു യോഗികൾ അനുഭവിക്കുന്ന ആ ഒരു പരമാനന്ദം നമ്മൾ അനുഭവിക്കും എന്ന് പറയാണ്. ഇവിടെ ഇതില് ഭഗവാൻ ഋഷികേശ എന്നുള്ള ഇവിടെ പറയുന്നതിന്റെ അർത്ഥം
പറയാൻ കാരണം, ഇവിടെ ഉപയോഗിക്കാൻ കാരണം, ഈ ഋഷികേശൻ എല്ലാ ഇന്ദ്രിയങ്ങളുടെ നാഥനാണ് ഭഗവാൻ. അപ്പം ഭഗവാൻ പരമാത്മാവായിട്ടല്ല ഹൃദയങ്ങളിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഓരോ വ്യക്തികളുടെയും മനോഗതിയും ചിന്തയും എല്ലാം ഭഗവാൻ അറിയാൻ പറ്റും. ഭഗവാനെ ഒളിച്ച് മറച്ച് നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ഭഗവാൻ ഋഷികേശനും കൂടിയാണ്. ഇവിടെ ഈ നിദ്രയെ അജ്ഞാനമായിട്ട് പറയുന്നുണ്ട്. ഈ നിദ്ര എന്ന് പറയുന്ന സാധനത്തിനെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ജീവിതത്തിൽ വലിയ പുരോഗതി ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. കുലശേഖര ആഴ്വാർ പറയുന്നുണ്ട് അല്ലെ, ധർമ്മ ശ്ലോകം, ആലസ്യം വ്യപനീയ ഭക്തി സുലഭം ധ്യായസ്വനാരായണം. ആലസ്യം തന്നെയാണ് ഉറക്കം അല്ലെ. ഉറക്കം, ഈ മടി എല്ലാം ഒന്ന് തന്നെയാണ്. പല ചേർത്ത് പറഞ്ഞാൽ ഒരേ അർത്ഥം തന്നെയാണ് അതിനൊക്കെ പ്രയോഗ തലത്തിൽ അല്ലെ. അലസത കൊണ്ട് തന്നെയാണ് നമ്മൾ കൂടുതൽ ഉറങ്ങുന്നത് അല്ലെ. എഴുന്നേക്കാൻ പറ്റില്ല, വീണ്ടും അലാറം സ്നൂസ് ചെയ്ത് പിന്നെയും ഉറങ്ങാം. ഇതൊക്കെ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ അലസത. അപ്പം നാരായണനെ കിട്ടാൻ, ഭഗവാനെ കിട്ടാനുള്ള, ഭക്തി കിട്ടാനുള്ള എളുപ്പ മാർഗം എന്താണ് ഇവിടെ കുലശേഖര ആഴ്വാർ പറയുന്നുണ്ട്. ആലസ്യം വ്യപനീയ ഭക്തി സുലഭം. ഈ അലസതയെ എടുത്ത് മാറ്റിയാൽ തന്നെ ഭക്തി നമുക്ക് സുലഭമായിട്ട് ലഭിക്കും. ധ്യായസമാരണം, എന്നിട്ട് അങ്ങനെ ഭഗവാനെ നമ്മൾ ധ്യാനിക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾക്കും ഭഗവാൻ ഇടയ്ക്കുള്ള ഒരു മതിൽ എന്താണ്? ഈ അലസത അല്ലെങ്കിൽ നിദ്ര അല്ലെങ്കിൽ ഈ അജ്ഞതയാണ്. അപ്പൊ ഈ ആലസ്യം എന്ന് പറയുന്ന ഇതിനായിട്ട് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഭഗവാൻ നമ്മൾ ആ ഒരു പ്രതിബന്ധം എന്ന് പറയുന്നത് ഇതാണ്, ഈ അലസത. മാല ജപിക്കാനുള്ള അലസത, ഗീത പഠിക്കാനുള്ള, ബുക്ക് വായിക്കാനുള്ള അലസത, സത്സംഗത്തിൽ പോകാനുള്ള അലസത, അവിടം വരെ ഇനി പോകണമല്ലോ അല്ലെ. ഇതൊക്കെയുള്ള ഈ അലസതകളൊക്കെ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ, ഈ ഒരു സ്ക്രീൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് നമുക്ക് ഈ ഭഗവാനെ നേരിട്ട് അനുഭവിക്കാനും നമ്മളും ശരിക്കുള്ള അതീന്ദ്രിയവാദികളായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവും. ഈ ജന്മത്തിന് നമുക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോവാനും പറ്റും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി. ആർക്കെങ്കിലും എന്തെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ എന്തെങ്കിലും ചോദിക്കാം. അല്ലെങ്കിൽ ആർക്കെങ്കിലും ഈ പറഞ്ഞതിൽ എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. പറഞ്ഞതിന് കറക്ഷൻ നടത്താം. ഹരേ കൃഷ്ണ. ഐശ്വര്യ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി, വളരെ നന്ദി പ്രഭുജി. നല്ല ക്ലാസ് ആയിരുന്നു പ്രഭുജി. നല്ല കോട്ടിങ്സും കഥകളും ഗംഭീരമായിരുന്നു. നന്ദി പ്രഭുജി, വളരെ സന്തോഷം. നന്ദിയുണ്ട്. നന്നായിരുന്നു പ്രഭുജി, വളരെ നല്ല ക്ലാസ്. നന്ദി പ്രഭുജി. ഹരേ കൃഷ്ണ. പാർട്ടിസിപ്പൻസ് ആരെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. 5 മിനിറ്റ് സമയമുണ്ട്, അതാണ് ഞാൻ 5 മിനിറ്റ് മുമ്പ് നിർത്തിയത്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഓ, താങ്ക് യു സോ മച്ച് പ്രഭു. വേറെ ആർക്കൊന്നും സംസാരിക്കില്ലെങ്കിൽ നിർത്താം. വളരെ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. നിറയെ കോട്ടിങ്സും നല്ല നല്ല നമുക്ക് ലയിച്ച് കേൾക്കാൻ പറ്റിയ നല്ല ക്ലാസ് ആയിരുന്നു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. ഹരേ കൃഷ്ണ. പറയാനുണ്ടെങ്കിൽ പറയാം. 5 മിനിറ്റ് സമയമുണ്ടല്ലോ, ഇതിൽ പറയാനുണ്ടെങ്കിൽ പറയാം. പ്രഭുവിന്റെ എക്സ്പീരിയൻസ്, പ്രഭുവിന്റെ എന്താണ് പ്രാക്ടിക്കലിറ്റി ഇൻ കൃഷ്ണ കോൺഷ്യസ്നസ് എന്താണെന്ന് പ്രഭുവിന് പറയാമെങ്കിൽ സമയമുണ്ടെങ്കിൽ. ഹരേ കൃഷ്ണ പ്രഭു, നല്ല ക്ലാസ് ആയിരുന്നു. വളരെ സന്തോഷം, നന്നായി മനസ്സിലായി. ഒരുപാട് നന്ദി. ഹരേ കൃഷ്ണ. കഥാമത പ്രഭു. ഹരേ കൃഷ്ണ. നന്ദി പ്രഭുജി. പ്രഭു അങ്ങ് നന്നായി എടുത്തു, ഇനി ഒന്നും പറയാനില്ല. അത്രയ്ക്കും നന്നായിരുന്നു. ഒരുപാട് കോട്ടിങ്സ് പറഞ്ഞു, 1-2 നിറച്ച് കോട്ടിങ്സും നിറച്ച് ശ്ലോകങ്ങളും. നന്നായിരുന്നു പ്രഭുജി, നല്ല ക്ലാസ് ആയിരുന്നു. വളരെ 1 മണിക്കൂർ പോയത് അറിഞ്ഞില്ല. നല്ല ഒഴുക്കോടെ നന്നായിരുന്നു. നന്ദി പ്രഭുജി. മുന്നോട്ട് വന്നാലും പ്രഭുജി ഇതുപോലെ ഒരുപാട് ക്ലാസ്സുകൾ നമുക്ക് എടുത്തു തന്നാലും നന്ദി. കൃഷ്ണകൃപ നിമിത്തം മാത്രം പ്രഭുജി, നിമിത്തം മാത്രം. പ്രഭു റെക്കോർഡിംഗ് ഉണ്ട് പ്രഭുജി, റെക്കോർഡിംഗ് ഉണ്ട്. അന്ന് തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യും. സ്റ്റോപ്പ് ചെയ്യും റെക്കോർഡിംഗ്. സ്റ്റോപ്പ് ചെയ്യും. നമ്മളിപ്പോ സംസാരിക്കുന്ന സ്റ്റോപ്പ് ചെയ്യാനാണോ? ഓക്കെ, ശരി.